ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. പ്രഥമമായി ഒരു ചോദ്യം ചോദിച്ച് ഞാൻ ഈ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പല നിർവചനങ്ങൾ നമുക്കറിയാം. പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക്, ചിന്തകളിലേക്ക് കടന്നു വരുന്ന വിശാലമായ ഒരു ചിത്രമുണ്ട്. വർണ്ണ അലങ്കാരങ്ങളുടെയും ഈ ദേവാലയം അലങ്കരിച്ചിരിക്കുന്നത് പോലെ ദീപ അലങ്കാരങ്ങളുടെയും കൊടിയേറ്റിന്റെയും വാദ്യമേളങ്ങളുടെയും വചന ശുശ്രൂഷയുടെയും പ്രദക്ഷിണങ്ങളുടെയും വിശുദ്ധ കുർബാനയുടെയും നേർച്ച വിളിമ്പോടും ഒപ്പം കൊടിയിറക്കോടും കൂടി പര്യവസാനിക്കുന്ന വളരെ വിശാലമായ ആഡംബരമായ ചിത്രം പെരുന്നാൾ എന്ന പദം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചിന്തകളെല്ലാം, ഈ ചിത്രങ്ങളെല്ലാം നമ്മുടെ ചിന്തകളിലേക്കും കടന്നു വരും. ഇത് ബാഹ്യമായ ഘടകങ്ങളാണ്. ഒരു വിധത്തിൽ ചിന്തിക്കുമ്പോൾ പെരുന്നാളിന് ഈ വർഷത്തെ കൊടി ഉയർന്ന് അത് ഇറക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷത്തേക്ക് നമ്മെ കാത്തിരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളും ഞാൻ ഈ മുൻ പറഞ്ഞ കാര്യങ്ങൾ കൂടിയാണ്. ഈ ബാഹ്യമായ ഘടകങ്ങളാണ്. എന്റെ ചോദ്യം അതല്ല, ഈ പെരുന്നാൾ എനിക്ക് എന്താണ്? ഈ പെരുന്നാൾ നിനക്കെന്താണ്? ഈ പെരുന്നാളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? പെരുന്നാളുകൾക്ക് ഒരു നിർവചനം ആവശ്യപ്പെട്ടാൽ നമുക്കറിയാവുന്ന നിർവചനമുണ്ടല്ലേ? എന്താണ് പറയുന്നത്? ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, വലിയ നാൾ, പെരിയ നാൾ എന്നൊക്കെ പറയും. എന്നാൽ പെരുന്നാളുകൾക്ക് ഒരു നിർവചനം എന്നോട് ആവശ്യപ്പെട്ടാൽ ആലങ്കാരികമായി ഞാൻ പറയാൻ തക്കവണ്ണം ഏറെ ഇഷ്ടപ്പെടുന്ന നിർവചനം ഇങ്ങനെയാണ്: പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു പകർത്തിയെഴുത്താണ്. എന്താണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? ഒരു പകർത്തിയെഴുത്താണ്. എന്താണ് പകർത്തിയെഴുതേണ്ടത്? അവ്യക്തമാകുന്ന എന്റെ ജീവിതത്തെ, അർത്ഥശൂന്യമായ എന്റെ ജീവിതത്തെ പകർത്തി എഴുതുവാനുള്ള അവസരമാണ് ഏത്? പെരുന്നാൾ. എങ്ങനെ പകർത്തി എഴുതണം? ആരുടെ പെരുന്നാൾ നാം കൊണ്ടാടുന്നു, ആ ശുദ്ധിമാന്റെ, വിശുദ്ധന്റെ, നിധിയുടെ ജീവിതത്തിന്റെ നല്ല അംശങ്ങളെ സംശീകരിച്ച് എന്റെ ജീവിതത്തിന് കൂടുതൽ നിറവോടെ, കൂടുതൽ അർത്ഥസാംഗത്തോടെ, കൂടുതൽ വ്യക്തതയോടെ മാറ്റി എഴുതുവാനുള്ള അവസരമാണ് ഏത്? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു പുതുക്കത്തിന്, സ്വയം പരിശോധനയ്ക്കും വിധേയപ്പെടുത്തേണ്ട ഒരു അവസരമാണ് ഈ പെരുന്നാൾ ശുശ്രൂഷകൾ എന്ന് പറയുന്നത്. ഈ ശുശ്രൂഷകളിലൊക്കെ നാം ആദ്യോടന്തം പങ്കെടുക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു പകർത്തി എഴുത്തിന്, മാറ്റി എഴുത്തിന് നമ്മുടെ ജീവിതം മുഖാന്തരമായി തീർന്നില്ല എങ്കിൽ ഈ പെരുന്നാൾ ശുശ്രൂഷയുടെ പങ്കാളിത്തം ഒക്കെ വൃദ്ധമാണ് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോൾ നാം പരമമായി ആരുടെ ജീവിതത്തെ അന്വേഷിക്കേണ്ടത്? ആരുടെ പെരുന്നാൾ നാം കൊണ്ടാടുന്നുവോ ആ പരിശുദ്ധനാകുന്ന മൊറേലിയ നിധിയുടെ ജീവിതത്തെ നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആരാധന ഭാഷ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മൊറേലിയ നിധിയെ വളരെ മനോഹരമായിട്ടാണ് പിതാക്കന്മാർ വർണ്ണിച്ചിരിക്കുന്നത്. അനേകം വർണ്ണനകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും പരമപ്രധാനമായി 3 വർണ്ണനകൾ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വിഷയത്തിലേക്ക് കടക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി മൊറേലിയ നിധിയെ പറ്റി ആരാധന ഭാഷ്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ വഴികളെ വിട്ട് ഇസ്രായേൽ ജനത പാപത്തിന്റെ വഴിയിലേക്ക് വീണപ്പോൾ അവരെ നേരായ മാർഗത്തിൽ ചലിപ്പിക്കുവാൻ തക്കവണ്ണം ഐക്യപ്പെട്ട വിശ്വാസ തീഷ്ണതയുള്ള മൊറേലിയ. ഒന്നാമത്തെ വിശേഷണം അതാണ്, വിശ്വാസ തീഷ്ണതയുള്ള മൊറേലിയ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, തന്റെ നോമ്പിനും ഉപവാസത്തും കൊണ്ട് നാഥനെ പ്രസാദിപ്പിച്ച് ഹോറേബ് ഗിരിയിൽ നാഥനോടൊപ്പം തന്റെ തേജസ്കരണത്തിൽ പങ്കാളിയാകുവാൻ തക്കവണ്ണം നിയോഗം ലഭിച്ച ജീവിത നിഷ്ഠയുള്ള മൊറേലിയ. രണ്ടാമത്തെ വിശേഷണം ഇതാണ്, ജീവിത നിഷ്ഠയുള്ള ഏലിയ. മൂന്നാമതായിട്ട് നമ്മുടെ ആരാധന ഭാഷ്യങ്ങളിൽ കാണുന്ന ഒരു വിശേഷണം ഇങ്ങനെയാണ്: മരണത്തിന്റെ വാതിൽ കൂടി കടക്കാതെ അഗ്നിത്തേരിൽ പൃഥുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ഉത്കൃഷ്ട മനോഭാവമുള്ള മൊറേലിയ, വിശിഷ്ട സ്വഭാവങ്ങൾക്കുടമയായ മൊറേലിയ, വിശ്വാസ തീഷ്ണതയുള്ളതും ജീവിത നിഷ്ഠയുള്ളതും ഒപ്പം ഉത്കൃഷ്ട മനോഭാവങ്ങളുമുള്ളതായ മൊറേലിയയുടെ ജീവിതത്തിന്റെ ഈ നന്മകളെ നാം ഈ പെരുന്നാളിൽ സംശീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിത യാത്രകളിലൊക്കെ സുരക്ഷിതമാകുന്ന ഇടങ്ങളെ തേടി നാം യാത്ര ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള ഈ ആത്മീയ സുഹൃതങ്ങൾ, എലിയാ നബിയുടെ ജീവിതത്തിൽ കാണുന്ന ഈ ആത്മീയ സുഹൃതങ്ങൾ പലപ്പോഴായി നമുക്കൊക്കെ കൈമോശം വന്നു പോയിട്ടുണ്ട്. തീർച്ചയായും ഈ പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ഈ വിശ്വാസ
വിശ്വാസ തീഷ്ണതയിലേക്കും ഒപ്പം ജീവിത നിഷ്ഠയിലേക്കും ആരെയും ആകർഷിക്കുന്ന സ്വഭാവ ഉയർന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ മാറ്റി എഴുതുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ കാരണമായി തീരട്ടെ. നഷ്ടപ്പെട്ടു പോകുന്ന ക്രിസ്തു സാക്ഷ്യത്തിലേക്കും വിശ്വാസത്തിലേക്കും മടങ്ങിപ്പോകുവാൻ ഈ പെരുന്നാൾ ഒരു നിദാനമാകട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവജനമേ, ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു യാത്രയെക്കുറിച്ചാണ്. യാത്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അനേകം യാത്രകളുടെ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാകാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ അനേകം യാത്രകളെ പറ്റി തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പഞ്ചഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ പൂർവ്വപിതാക്കന്മാരുടെയും ദൈവജനത്തിന്റെ യാത്രകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകവും പ്രവചന ഗ്രന്ഥങ്ങളും പരിശോധിക്കുമ്പോൾ അവിടെയും രാജാക്കന്മാരും പ്രവാചകന്മാരും ദൈവപുരുഷന്മാരും ഒക്കെ നേതൃത്വം നൽകുന്ന യാത്രകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ തന്നെ വേദശാസ്ത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് അത് യാത്രയെന്ന, ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ മുഴുവനും യാത്രയാണ്. അതുകൊണ്ടാണ് വേദശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരു പേരാണ് പറയുന്നത്, ജീസസ് മൂവ്മെന്റ്. ക്രിസ്തുവിന്റെ നടപടികളാണ് അവന്റെ പരസ്യ ശുശ്രൂഷ, അതും യാത്രയാണ്. അപ്പോസ്തല പ്രവർത്തികളും ലേഖനങ്ങളും വെളിപാട് പുസ്തകവും എല്ലാം അവർ നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യാത്രയുടെ സമാഹാരമാണ്. അപ്പോൾ യാത്രകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ തിരുവചനം. ഇതിലേത് യാത്രയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നുള്ള സന്ദേഹം നിങ്ങളിൽ ഉണ്ടാകും. ആ യാത്ര ഞാൻ ഏതെന്ന് ഞാൻ എൻ്റെ വാഗൊണ്ട് പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുവാൻ തക്കവണ്ണം ഞാനൊരു ശ്രമം നടത്തുകയാണ്. പല ദേവാലയങ്ങളിലും ഞാൻ ബലഹീനനായി ഞാൻ ക്വിസ് കോമ്പറ്റീഷനൊക്കെ നടത്തുമ്പോൾ അതിൽ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തുന്ന റൗണ്ട് ഉണ്ട്. ക്ലൂ റൗണ്ട് എന്നാ പറയുന്നത്, സൂചന റൗണ്ട്. 5 സൂചനയാണ് പൊതുവിൽ കൊടുക്കാറുള്ളത്. ആദ്യത്തെ സൂചന കാഠിന്യമേറിയതാണ്. അതിൽ 5ാമത്തെ സൂചനയിലോട്ട് വരുമ്പോൾ അതിന്റെ കാഠിന്യം കുറഞ്ഞ് നമ്മുടെ ഉത്തരത്തിലേക്ക് കടന്നു വരും. ഞാനിവിടെ 5 സൂചനകൾ നിങ്ങളോട് പങ്കുവെക്കാം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഈ യാത്ര ഏതാണെന്ന് നിങ്ങളുടെ അറിവിൽ നിന്ന് പറയാൻ തക്ക ഒരു ശ്രമം നടത്തുക. ഒപ്പം ആദ്യത്തെ 3 സൂചനകളിൽ നിങ്ങൾ അതിന്റെ ഉത്തരം എഴുന്നേറ്റ് നിന്ന് ധൈര്യപൂർവ്വം പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛന് ഒരു സമ്മാനം നൽകും. അപ്പോൾ ധൈര്യപൂർവ്വം അതിലേക്ക് ഒരു ശ്രമം നടത്തുക. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ യാത്ര ഏതാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ 1ാമത്തെ സൂചന ഇങ്ങനെയാണ്: യാത്രയിലെ യാത്രികരുടെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. യാത്രയിലെ യാത്രികരുടെ ദിശ എന്ന് പറയുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അനേകം യാത്രകൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുന്ന് കിഴക്കോട്ടും ഒപ്പം വടക്കും തെക്കോട്ടും തെക്കുന്ന് വടക്കോട്ടും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യത്തെ സൂചനകൾ കാഠിന്യമേറിയതാണ്. ചുരുളഴിഞ്ഞു വരണമെങ്കിൽ 2ാമത്തെ സൂചനകളും ചേർത്തൊക്കെ വെക്കണം. ഉത്തരം പറയാൻ നിങ്ങൾക്ക് പ്രയാസമാണെന്ന് അറിയാവുന്നത് കൊണ്ട് 2ാമത്തെ സൂചനയിലേക്ക് കടക്കുകയാണ്. 2ാമതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ യാത്ര ആരംഭിച്ചത് സൂര്യൻ അസ്തമിച്ച നേരത്താണ്. എന്ന് പറഞ്ഞാൽ സന്ധ്യാനേരത്താണ് അവരുടെ യാത്ര ആരംഭിക്കുന്നത്. ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഈ യാത്ര ഒരു യഹൂദ പാരമ്പര്യമല്ല. യഹൂദന്മാരുടെ സങ്കല്പം അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് അവരുടെ യാത്രകളെല്ലാം പ്രാരംഭം കുറിക്കുന്നത് പ്രഭാതത്തെങ്കിലാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനതയുടെ മരുഭൂ പ്രയാണ കാലഘട്ടത്തിൽ അവരുടെ യാത്രകൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് ഉദയത്തിങ്കിലാണ്. പ്രഭാതത്തിൽ യാത്ര കുറിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇസ്രായേൽ ജനതയ്ക്കുള്ളത്. എന്നിട്ടും ഇവിടെ പറയുന്നു, ഒരു ബദൽ യാത്രയായിട്ട് അവർ സന്ധ്യാനേരത്ത് യാത്ര ആരംഭിക്കുന്നു. ഏതാണ് ഈ യാത്ര? പോകട്ടെ, 3ാമത്തെ സൂചനയിലേക്ക് കിടക്കുന്നു. യാത്രയുടെ പ്രാരംഭത്തിൽ രാത്രികളുടെ എണ്ണം, രാത്രിയല്ല യാത്രികരുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരുന്നുവെങ്കിലും യാത്രയുടെ മധ്യത്തിൽ അത് 3 ആകുകയും പിന്നീട് അത് അവരുടെ അനുഭവത്തിന് കാരണമാകുവാൻ തക്കവണ്ണം ഇടയായി. യാത്രയുടെ പ്രാരംഭത്തിൽ യാത്ര തിരിച്ചത് 2 പേർ, മധ്യത്തിൽ അത് 3 ആകുന്നു, പിന്നീട് ഇത് അനുഭവത്തിനോ സാക്ഷ്യത്തിനോ ഒക്കെ കാരണമായി തീർന്നു. ഏതാണ് ഈ യാത്ര? 3 സൂചനകളും പൂർത്തീകരിച്ചു. ആർക്കെങ്കിലും ധൈര്യപൂർവ്വം കൊറ്റമ്പള്ളി മാർ ഏലിയ ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഇടവക ജനങ്ങൾ, ഞാൻ എൻ്റെ സ്മരണകൾ പിന്നോട്ട് പോകുന്നു. ഞാൻ 10ലും 12ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ദേവാലയത്തിൽ ക്യൂസ് കോമ്പറ്റീഷൻ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുവാൻ ഞാൻ ബഹുമാനപ്പെട്ട ടിനുവച്ചനോട് അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പ്രശ്നോത്തരി മത്സരങ്ങൾക്കൊക്കെ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഇടവക എന്ന നിലയിൽ ഇടവക ജനങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഏതാണ് യാത്ര? ഒരു യാത്രയെ പറ്റി
കന്യാമറിയാമിന്റെയും ജോസഫിന്റെയും യാത്ര അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ട് സൂചനകൾ നോക്കാം. പിന്നീട് മറ്റാർക്കെങ്കിലും ഒരു ഉത്തരമുണ്ടോ? ഇല്ല, സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കാം, നാലാമത്തെ സൂചനയും അഞ്ചാമത്തെ സൂചന, സമ്മാനമില്ല, ഉത്തരം പറയാമെങ്കിൽ ഉത്തരം പറയാം. നാലാമത്തെ സൂചനയും അഞ്ചാമത്തെ സൂചനയും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായ ഉത്തരം കിട്ടും. നാലാമത്തെ സൂചന ഇങ്ങനെയാണ്: രണ്ട് യാത്രികർ അവർ യാത്ര ആരംഭിച്ചത് ക്രിസ്തു ഉദ്ധാനം ചെയ്ത ദിവസത്തിലാണ്. ക്രിസ്തു ഉദ്ധാനം ചെയ്ത ദിവസത്തിലാണ് യാത്ര ആരംഭിച്ചത്. ആ ഉത്തരം തെറ്റാണ് എന്ന് ഈ സമയം അവിടെ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും അഞ്ചാമതായിട്ട് പറയുന്നത്, ആ യാത്രയിലെ യാത്രികരുടെ ഒരാളുടെ പേര് ക്ലയോപ്പാവ് എന്നതാണ്. പറയാവോ ഇനിയെങ്കിലും? എന്തോ ഏതാണ് യാത്ര? ഞാൻ തന്നെ പറയാം. ഞാൻ പരാജയം സമ്മതിച്ചു. എമ്മാവൂസിലെ യാത്രയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ദൈവത്തിൽ ശരണപ്പെടുന്ന വേദവാക്യം ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്തയുടെ സുവിശേഷം 24 അധ്യായം 33 വാക്യം. വിശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്തയുടെ സുവിശേഷം 24 അധ്യായം 33 വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. That same hour they got up and returned to Jerusalem. എമ്മാവൂസ് യാത്ര എന്ന് പറയുന്ന യാത്രാ വിവരണത്തിന്റെ ഏറ്റവും ക്ലൈമാക്സ് ആയിട്ടുള്ള വാക്യമാണ് പഠനത്തിനായിട്ട് എടുത്തിരിക്കുന്നത്. ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കലിസ്തയുടെ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ സവിസ്തരം വിവരിക്കുന്ന മനോഹരമായ യാത്രയാണ് ഈ എമ്മാവൂസ് യാത്ര എന്ന് പറയുന്നത്. ഈ യാത്രാ വിവരണം നിങ്ങൾക്ക് പരിചിതം കാണും. വീട്ടിൽ ചെന്നിട്ട് 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഈ യാത്ര വേദപഠിതാക്കൾ യാത്ര ക്രിസ്തുവിന്റെ പുനരുദ്ധാനാനന്തര യാത്രകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ദ പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ് എന്ന ഗണം ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം നടന്ന സംഭവങ്ങളുടെ ഗണത്തിൽ ഇതിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. മർക്കോസ് എവങ്കലിസ്ത കേവലം 2 വാക്യങ്ങളിൽ ഈ യാത്രയെ ചുരുക്കുമ്പോൾ ലൂക്കോസ് എവങ്കലിസ്തയാണ് ഇത്ര വിശാലമായി ആലങ്കാരികമായും ഈ യാത്ര അവതരിപ്പിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 13 വാക്യം നോക്കുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ പ്രാരംഭത്തിൽ കാണുന്നുണ്ട്, അവരിൽ 2 പേർ, അല്ലെ, അങ്ങനെയല്ലേ തുടങ്ങുന്നത്? അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ സംഭവിച്ചതിനെയൊക്കെ കുറിച്ച് തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ആരിൽ 2 പേരാണ്? ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട 2 പേർ. ഏത് ശിഷ്യന്മാരാണ്? 12 അപ്പോസ്തലന്മാരുടെ ഗണത്തിലല്ല, മറിച്ച് തന്റെ പരിശുശ്രൂഷയിൽ ആയിരങ്ങൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തിട്ടുണ്ട്. ആ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട 2 പേർ. ഒരാളുടെ പേര് പറയുന്നുണ്ട്, എന്താ ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയായിരുന്നു, ക്ലയോപ്പാവ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആളുടെ പേര് പോലും അവിടെ പ്രതിപാദിച്ചിട്ടില്ല. ഇവർ ഇവിടെ നിന്ന് എങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്? യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് പട്ടണത്തിലേക്ക് യാത്ര തിരിക്കുന്ന യാത്രികരാകുന്ന 2 ശിഷ്യന്മാരെയാണ് നാം പ്രാരംഭത്തിൽ ഈ യാത്രാ വിവരണത്തിൽ കാണുന്നത്. വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ, വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന യെരൂശലേമിനെ, യേശു തമ്പുരാന്റെ പരസ്യശുശ്രൂഷയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഭൂരിഭാഗവും നിർവഹിക്കപ്പെട്ട യെരൂശലേമിനെ, ക്രിസ്തുവിന്റെ സഹനവും ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനത്തിനും സാക്ഷ്യം വഹിച്ച യെരൂശലേമിനെ ഉപേക്ഷിച്ച് രാത്രിയുടെ മറവ് പിടിച്ച് സ്വന്തം ദേശത്തിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെയാണ് ഈ യാത്രയുടെ പ്രാരംഭത്തിൽ നാം പരിചയപ്പെടുന്നത്. സ്വന്തം ദേശത്തിലേക്ക് പോയി എന്ന് ഞാൻ വെറുതെ വാഗുകൊണ്ട് പറയുകയല്ല. ലൂക്കോസ് എവങ്കലിസ്ത അത് അവതരിപ്പിച്ചിട്ടില്ല എങ്കിലും ഈ 2 ശിഷ്യന്മാർ യാത്ര തിരിച്ചത് അവരുടെ സ്വന്തം പട്ടണത്തിലേക്കാണ് എന്ന് മർക്കോസ് എവങ്കലിസ്ത അവതരിപ്പിക്കുന്നുണ്ട്. കേവലം 2 വാക്യങ്ങളിൽ ഈ യാത്ര ചുരുക്കുമ്പോൾ മർക്കോസ് എവങ്കലിസ്ത സുവിശേഷം 16 അധ്യായം 12-13 വാക്യങ്ങളിൽ അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ യാത്രയുടെ ഷോർട്ട് ഫോം അവിടെ അവതരിപ്പിക്കും പറയുന്നത് ഇങ്ങനെയാണ്, അവർ സ്വന്തം നാട്ടിലേക്ക് പോയി എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ ഉപേക്ഷിച്ച് രാത്രിയുടെ മറവ് പിടിച്ച് സ്വന്തം നാട്ടിലേക്ക്, ദേശത്തിലേക്ക് യാത്ര തിരിക്കുന്ന 2 ശിഷ്യന്മാരെ ഈ യാത്രയുടെ പ്രാരംഭത്തിൽ നാം പരിചയപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, എപ്പോഴാ ഒരു മനുഷ്യൻ സ്വന്തം ദേശത്തെ, സ്വന്തം ഭവനത്തെ കാംക്ഷിക്കുന്നത്? സ്വന്തം ഭവനത്തിൽ എത്തിച്ചേരണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാകാം? 2 സാധ്യതകളാണ് എന്റെ ചിന്തയിലുള്ളത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്, നമ്മുടെ ഭവനത്തെ പറ്റിയുള്ള നല്ല സ്മരണകൾ നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുമ്പോൾ. ഈ പഠനാർത്ഥം
ഈ അന്യ സംസ്ഥാനങ്ങളിലേക്കും ഒപ്പം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സാഹചര്യത്തിലാകാം അവരുടെ മനസ്സിലേക്ക് അമ്മയൊരുക്കുന്ന രുചികരമായ ഭക്ഷണത്തെ പറ്റിയുള്ള ചിന്ത കടന്നു വരുന്നത്. സ്വാഭാവികമായും എവിടേക്ക് വരുവാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ തക്കണമെങ്കിലും താല്പര്യപ്പെടും. സ്വന്തം ഭവനത്തെ കാംക്ഷിക്കുന്നത് നല്ല സ്മരണയുടെ നടുവിലാണ്. മനോഹരമായി ഈ 2022 ആണ്ടിൽ കൊറ്റമ്പള്ളിമാർ ഏലിയ ദേവാലയത്തിലെ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഇത് തത്സമയം കാണുന്ന പ്രവാസികളാകുന്ന, അല്ലെങ്കിൽ ഇന്ന് ദേവാലയങ്ങളിൽ വന്നു ചേരുവാൻ തക്കോണം കഴിയാത്ത സ്നേഹിതരും വിശ്വാസ സമൂഹവും ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും പെരുന്നാൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചിന്തയുണ്ടാകും. സ്വന്തം ദേശത്തിൽ, സ്വന്തം നാട്ടിൽ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം. നല്ല സ്മരണകൾ ഒരാളെ സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ തക്കോണം ഇടയാകും. ഇതൊന്നാമത്തെ സാധ്യതയെങ്കിൽ, രണ്ടാമത്തെ സാധ്യത ഇതാണ്. ഈ COVID-19 അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇറക്കിയ ആദ്യത്തെ നിർദ്ദേശം എന്തുവായിരുന്നു? ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു? ഭവനത്തിന് പുറത്ത് അല്ലെ ഇറങ്ങരുത്. കാരണം എന്താ? ഭവനത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ രോഗാതുരിതരായി തീരുവാൻ തക്കുള്ള സാധ്യത അധികമാണ്. സുരക്ഷിതമായ ഇടം ഏതാണ്? നമ്മുടെ ഭവനങ്ങളാണ്. പുറത്തുള്ള അവസ്ഥകൾ അരക്ഷിതമായ സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നത് കൊണ്ട് സുരക്ഷിതമായി സ്വന്തം ഭവനങ്ങളിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ഈ സാഹചര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? തീർച്ചയായിട്ടും പ്രതികൂല സാഹചര്യങ്ങളിൽ പുറത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ യഥാർത്ഥത്തിൽ സ്വന്തം ഭവനം, സ്വന്തം ദേശം നമുക്ക് സുരക്ഷിതമായ ഇടങ്ങൾ നൽകും എന്നത് യാഥാർത്ഥ്യമാണ്. ലൂക്കോസ് എവങ്കേലിസ്റ്റ് സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഉപമയുണ്ട്. സ്നേഹവാനായ ഒരു പിതാവിന്റെ ഉപമയിൽ ആ പുത്രൻ ദൂരദേശത്തേക്ക് പോയി സ്വത്തൊക്കെ ദൂർത്തടിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ, അവനായിരുന്ന സാഹചര്യത്തിൽ അവന് ക്ഷാമം നേരിട്ടപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്ന സാഹചര്യത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സമയം അവൻ ആരെപ്പറ്റി ഓർത്തു? അപ്പനെ പറ്റി ഓർക്കുകയുണ്ടായി. സ്വന്തം ഭവനവും സ്വന്തം ദേശവും ഒക്കെ ഓർക്കുവാനുള്ള സാഹചര്യം, നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രതികൂലതകൾ, അരക്ഷിതാവസ്ഥകൾ സൃഷ്ടിക്കുമ്പോഴാണ്. ഈ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നത്, ഈ 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്ന് വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ ഉപേക്ഷിച്ച് സ്വന്തം ദേശത്തിലേക്ക് യാത്ര തിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണവും അവരായിരിക്കുന്ന വിശുദ്ധ നഗരം അവർക്ക് അരക്ഷിതമായ അവസ്ഥകൾ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ഭയന്ന് അന്ന് രാത്രിയിൽ തന്നെ അവർ സ്വന്തം ദേശത്തിലേക്ക് ഓടിപ്പോകുകയാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ഈ 2 ശിഷ്യന്മാർ എന്റെ നിങ്ങളുടെ പ്രതിനിധികളാണ്. ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലും രോഗത്തിന്റെ നടുവിലും ആരോടും പറയാൻ തക്കോണം കഴിയാത്ത സങ്കടങ്ങളൊക്കെ നടുവിൽ ഓടി ഒളിക്കുവാൻ സുരക്ഷിതമാകുന്ന ഇടങ്ങളെ നാം കാംക്ഷിക്കുമ്പോൾ തീർച്ചയായും ഈ 2 ശിഷ്യന്മാർ നമ്മുടെ പ്രതിനിധികളായി ഈ വേദഭാഗത്തിൽ കൂടി നമ്മുടെ മുമ്പാകെ നിലനിൽക്കുകയാണ്. എമ്മാവൂസ് യാത്ര എന്ന് നാം പൊതുവിൽ ഈ യാത്രാ വിവരണത്തിന് തലക്കെട്ട് കൊടുക്കുമെങ്കിലും എമ്മാവൂസിലേക്ക് പോയതിനല്ല, എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ തിരികെ വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിലേക്ക് മടങ്ങി വന്നതിനാണ് ഇവിടെ പ്രാധാന്യം. അവരുടെ വിശുദ്ധിയിലേക്ക്, അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മടങ്ങി വരുന്ന 2 ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ മടക്ക യാത്രയുടെ കാരണങ്ങളാണ് ഈ രാത്രിയിൽ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിനെ ഉപേക്ഷിച്ച് സുരക്ഷിത ഇടമാകുന്ന എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ തിരികെ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. ആ മടക്ക യാത്രയ്ക്കുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊണ്ട് ചൊല്ലാം. അവരുടെ മടക്ക യാത്രയ്ക്കുള്ള ഒന്നാമത്തെ കാരണം, അവരുടെ ആത്മീയ അന്ധതയെ അവർ തുടച്ചു നീക്കി എന്നതാണ്. അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കി. Their spiritual blindness was erased. എന്തു ഈ ആത്മീയ അന്ധത എന്ന് പറഞ്ഞാൽ? അന്ധത എന്തോ ഇവിടെ ആർക്കും ഉത്തരവില്ല. അന്ധത എന്തോ? കണ്ണ് കാണുവാൻ, അന്ധത എന്തുവാ? കണ്ണ് കാണുവാൻ കഴിയാത്ത അവസ്ഥ. തത്വചിന്തകന്മാർ, ഫിലോസഫേഴ്സ് പറയുന്നു, നമുക്കുള്ള കാഴ്ച 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ തരം കാഴ്ച പറയുന്ന പേര് ഫിസിക്കൽ വിഷൻ എന്ന. ഫിസിക്കൽ വിഷൻ, ബാഹ്യമായ കാഴ്ച. നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് നാം കാണുന്നത് എന്തും ഈ കാഴ്ചയാണ്. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ കാണുന്നു, അവിടെ ഇരുന്നു നിങ്ങൾ എന്നെ കാണുന്നു. ഇതെന്താ?
ബാഹ്യമായ കാഴ്ച, ഫിസിക്കൽ വിഷൻ. ഈ കാഴ്ച എങ്ങനെയാ നടക്കുന്നത്? നിശ്ചിതമാകുന്ന അളവിൽ, നിശ്ചിതമാകുന്ന ദൂരത്തിൽ പ്രകാശം ഒരു വസ്തുവിലേക്ക് തട്ടി അതിന്റെ പ്രതിഫലനം, അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ നടക്കുന്ന ചില പ്രക്രിയയുടെ ഭാഗമായിട്ട് നാം ആ വസ്തുവിനെ കാണുന്നു. ഈ പ്രക്രിയയിൽ എന്തെങ്കിലും തടസ്സമുണ്ടാകുകയോ നമ്മുടെ ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന ഉണ്ടാകിയ സാഹചര്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്ധത, അല്ലെ? കണ്ണ് കാണുവാൻ തക്കവണ്ണം കഴിയാത്ത, മെഡിക്കൽ ടേമിൽ പല രീതിയിൽ അതിന് വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലെ? തിമിരമെന്നും കളർ ബ്ലൈൻഡ്നസ് എന്നും പല രീതിയിൽ അതിനെ പറയാറുണ്ട്. അതിന്റെ ആ പ്രക്രിയ അനുസരിച്ച്, അതിനുണ്ടാകുന്ന തടസ്സം അനുസരിച്ച് പല ടേമുകളും ഉപയോഗിക്കാറുണ്ട്. ഇത് ബാഹ്യമായ കാഴ്ച. തത്വചിന്തകന്മാർ പറയുന്ന രണ്ടാമത്തെ തരം കാഴ്ചയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ കാഴ്ച ദ വിഷൻ ഓഫ് ലൈഫ് എന്നതാണ്. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ച, അല്ലെങ്കിൽ ഉൾക്കാഴ്ച, അതുമല്ലെങ്കിൽ ആത്മീയമായ കാഴ്ച. ഈ കാഴ്ചയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതിനെ പോലും കാണുവാനുള്ള കഴിവാണ് ഈ കാഴ്ച. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണണമെന്നില്ല, മനസ്സിൽ കണ്ടാൽ മതി. ആ കാഴ്ചയുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആത്മീയമായ കാഴ്ച. ദ എബിലിറ്റി ടു സീ വാട്ട് ഈസ് അൺസീൻ. കാണുവാൻ കഴിയാത്തതിനെ കാണുവാനുള്ള കഴിവാണ് ഈ ആത്മീയമായ കാഴ്ച. സ്വർഗം, പറുദീസ, നരകം, ന്യായവിധി, ഈ പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ കടന്നു വരും. എങ്ങനെ ഈ ചിത്രങ്ങൾ രൂപപ്പെട്ടു വരുന്നത്? നമ്മുടെ വായനകളിൽ നമ്മൾ കേട്ടിട്ടുള്ള പ്രബോധനങ്ങളിൽ നിന്നൊക്കെ ഈ സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയുമുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഗോത്രപിതാവായ യാക്കോബ് ബെഥേലിൽ കണ്ട ദർശനം, യെശയ്യാ പ്രവാചകൻ കാണുന്ന ദർശനം, എസ്കേൽ പ്രവാചകൻ കാണുന്ന ദർശനം, ദാനിയേലിന്റെ വെളിപാട്, അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗൽ എന്ന പൗലോസ് കാണുന്ന ദർശനം, വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ഉണ്ടാകുന്ന ആത്മവിവശത, ഇവയൊക്കെ എന്താണ്? മനസ്സിന്റെ കാഴ്ചകളാണ്. കണ്ണുകൊണ്ട് കാണാത്തതിനെ കാണുവാനുള്ള കഴിവ്, ഈ ദൈവീകമായ കാഴ്ച എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. വേദഭാഗം പറയുന്നത് എന്താണ്? ഈ ദൈവീകമായ കാഴ്ച ആർക്കില്ലായിരുന്നു? ആ യാത്ര തിരിച്ച 2 ശിഷ്യന്മാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ആത്മീയമായി അന്ധത ബാധിച്ചവരായിരുന്നു. കണ്ടിട്ടില്ലാത്തതിനെ കാണുവാനുള്ള കാഴ്ചയുടെ അപര്യാപ്തതയാണ് ഈ ആത്മീയ അന്ധത എന്ന് പറയുന്നത്. ഈ 2 ശിഷ്യന്മാർക്ക് ഉള്ള ആത്മീയ അന്ധതയുടെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസരാഹിത്യമാണ്, വിശ്വാസമില്ലായ്മ. എന്തുകൊണ്ടാണ് അവരെ ആത്മീയമായി അന്ധത ബാധിച്ചവരെന്ന് പറയുന്നത്? നമുക്കറിയാം. ആ വേദഭാഗം ആദ്യോടന്തം വായിക്കുമ്പോൾ അപരിചിതനായ ഒരു മനുഷ്യൻ കൂടെ നടക്കുമ്പോൾ അവരോട് എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങളെ പറ്റി, ക്രിസ്തുവിനെ പറ്റിയൊക്കെ പ്രബോധനങ്ങളൊക്കെ അവനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും കൂടെ നടന്നത് ആരാണെന്ന് തിരിച്ചറിയുന്നില്ല. ക്രിസ്തുവാണെന്ന് ആ 2 ശിഷ്യന്മാർ തിരിച്ചറിയുന്നില്ല. ആത്മീയമായ അന്ധതയാണ്, വിശ്വാസ രാഹിത്യമാണ്. എന്താ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിന് മനോഹരമായ ഒരു നിർവചനം എബ്രായ ലേഖനത്തിൽ വായിച്ചെടുക്കുവാൻ തക്കണം കഴിയും. എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം എന്താന്ന് പറഞ്ഞേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും. അടുത്ത വാക്ക് എനിക്ക് കേൾക്കേണ്ടത് എന്താ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആർക്കില്ലായിരുന്നു? ആ 2 ശിഷ്യന്മാർക്കില്ലായിരുന്നു. എന്താ ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം? അതിനെ ഞാൻ മുമ്പ് പറഞ്ഞത് ആത്മീയമായ കാഴ്ച. ഈ ആത്മീയമായ കാഴ്ച ആ 2 ശിഷ്യന്മാർക്കില്ലായിരുന്നു. വിശ്വാസരാഹിത്യം മൂലം കൂടെ നടന്ന ആ അപരിചിതനായ മനുഷ്യൻ ക്രിസ്തുവെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ആ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. അത് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് വായിച്ചെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. അക്കമിട്ട് നിരത്തി നോക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് കാണുന്നുണ്ട്, അവരുടെ സംസാര വിഷയം ആരെ പറ്റിയായിരുന്നു? ആരെ പറ്റിയായിരുന്നു സംസാരിച്ചത്? ക്രിസ്തുവിനെ പറ്റി സംസാരിച്ചു പോകുക. ക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്ന 2 ശിഷ്യന്മാർ 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ആ അപരിചിതനായ മനുഷ്യനോട് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ് ഒരു വിശ്വാസ പ്രഖ്യാപനം എന്ന നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാചകം അവർ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിലും സകല ജനത്തിനും പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായി ആരെ അവതരിപ്പിക്കുന്നു? ക്രിസ്തുവിനെ അവതരിപ്പിച്ചിട്ടും കൂടെ നടക്കുന്നത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ തക്കോണം സാധിച്ചില്ല. 16-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവരെ കണ്ണു നിരോധിച്ചു എന്നാ പറയുന്നത്. അരികിൽ നിന്ന ക്രിസ്തു സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കോണം 2 ശിഷ്യന്മാർക്ക് സാധിക്കാതെ പോകുന്നത് അവരുടെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇതുതന്നെയാ നമ്മുടെയൊക്കെ ജീവിതം. ദേവാലയങ്ങളും തീർത്ഥാടനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും
മറ്റുള്ളവനെ ഉപദേശിക്കുന്ന സാഹചര്യത്തിലും കുടുംബ കലഹത്തിൽ ഞാൻ നല്ലവനെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം നമ്മളിങ്ങനെ മാർഗങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുമ്പോൾ ആരെപ്പറ്റി വാചാലരാകും? ക്രിസ്തുവിനെ പറ്റി വാചാലരാകും. സ്വജീവിതത്തിന്റെ എന്തെങ്കിലും പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ ഈ ക്രിസ്തു സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെന്ന് പോലും വിശ്വസിക്കുവാൻ, തിരിച്ചറിയുവാൻ തക്കോണം പലപ്പോഴും എനിക്കും നിങ്ങൾക്കും കഴിയാതെ പോകുന്നുണ്ട്. വിശ്വാസരാഹിത്യമാണ്. ഈ വേദഭാഗത്തിൽ നിന്നാണ് അവരുടെ വിശ്വാസരാഹിത്യത്തെ നാം വായിച്ചെടുത്തത്. എന്നാൽ ഈ വേദഭാഗത്തിൽ നിന്ന് പുറത്ത് ആരാണ് ഈ ക്ലയോപ്പാവ്, അവർ യാത്ര തിരിച്ച എമ്മാവൂസ് പട്ടണം, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും അവരുടെ വിശ്വാസരാഹിത്യം, വിശ്വാസക്കുറവ് അധികമെന്ന് ഗ്രഹിക്കുവാൻ തക്കോണം സാധിക്കും. ഈ ക്ലയോപ്പാവിനെ പറ്റി നിങ്ങൾ മറ്റെവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലല്ലാതെ ക്ലയോപ്പാവിനെ മറ്റു ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വേദപുസ്തകത്തിൽ? ആരാണ് ക്ലയോപ്പാവ് എന്നുള്ള അന്വേഷണം നടത്തുമ്പോൾ രണ്ട് വാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്, രണ്ട് സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്ന ഒരു പഠനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു തമ്പുരാന്റെ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 4 മറിയമാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒരു മറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്ലയോപാവിന്റെ ഭാര്യയാകുന്ന മറിയ എന്നുള്ള വിശേഷണമാണ് നൽകുന്നത്. വേദപഠിതാക്കൾ പഠനം നടത്തുമ്പോൾ പറയുന്നു, ഈ ക്ലയോപ്പാവ് എന്ന മലയാള തർജ്ജിമ ബൈബിളിൽ ഉപയോഗിക്കുമ്പോൾ, എന്നാൽ അതിന്റെ മൂലഭാഷ പരിശോധിക്കുമ്പോൾ ക്ലയോപ്പാവ് എന്നല്ല, ക്ലോപ്പസ് എന്നുള്ള വ്യക്തിയാണ് അവിടെ യഥാർത്ഥമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലയോപ്പാവ് തന്നെയാണോ എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ചെന്നുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ പഠനത്തെ കൂടുതലായിട്ട് സ്വീകാര്യത ലഭിച്ചില്ല. എന്നാൽ ഏറെ സ്വീകാര്യത ലഭിച്ച ആരാണ് ക്ലയോപ്പാവ് എന്നുള്ളതിന് ഉത്തരം എഡ്വിൻ മാക്നൽ പീറ്റൻ എന്ന് പറയുന്ന ഒരു വേദപഠിതാവ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ക്ലയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യൻ എമ്മാവൂസ് പട്ടണത്തിലെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. എമ്മാവൂസ് പട്ടണത്തിലെ ധനാഢ്യനായ ഒരു മനുഷ്യനാണ് ആര്? ക്ലയോപ്പാവ്. അദ്ദേഹം അത് വ്യാഖ്യാനിക്കുന്നത് എമ്മാവൂസ് പട്ടണത്തിന്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും വെളിവാക്കിക്കൊണ്ടാണ്. ഈ എമ്മാവൂസ് പട്ടണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നും യെരൂശലേമിൽ കാണുന്ന അൽ ക്യൂബേബ എന്ന് പറയുന്ന പട്ടണമാണ്. അന്നും ഇന്നും ആ പട്ടണം അറിയപ്പെടുന്നത് ദ സിറ്റി ഓഫ് ഹോട്ട് സ്പ്രിങ്സ് എന്ന ചൂടുറവകളുടെ പട്ടണമാണ് എമ്മാവൂസ് പട്ടണം. അങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. ഈ പട്ടണം നിലനിൽക്കുന്നത് സമുദ്രതീരത്തോട് സമനിലമായി നിലനിന്നുകൊണ്ട് അതിന്റെ ഊഷ്മാവേറിയ സാഹചര്യങ്ങളിൽ ആ പട്ടണത്തിന്റെ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് വരുന്ന ഇളം ചൂടുവെള്ളം ഏറെ ഔഷധ ഗുണമുള്ളതാണ്. ഈ ഔഷധ ഗുണമുള്ള ചൂടു വെള്ളത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ചൂടുറവകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്രീക്ക് ഭരണകൂടം ആ കാലഘട്ടത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ തക്കോണം പലയിടങ്ങളിലും കുളിയിടങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. കുളിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ. ഈ കാലഘട്ടത്തിൽ നാം പരിചയിച്ചിട്ടുള്ള റിട്രീറ്റ് സെന്ററുകൾ ഉണ്ടല്ലോ, വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ തക്കോണമുള്ള ചില കേന്ദ്രങ്ങൾ. ആ വിധത്തിൽ ഈ ചൂടുറവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്രീക്ക് ഭരണകൂടം ഏർപ്പെടുത്തിയ സംവിധാനമാണ് പട്ടണത്തിന്റെ ധനസ്രോതസ് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം. ആ വിധത്തിൽ പറയുന്നു, ഇങ്ങനെയുള്ള കുളിയിടങ്ങളുടെ ഒരു ഉടമയായിരുന്നു ആര്? ഈ ക്ലയോപ്പാവ് എന്ന് എഡ്വിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, ഗ്രീക്ക് ഭരണകൂടത്തിൽ നിന്ന് റോമൻ ഭരണകൂടം അധികാരം ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കുളിയിടങ്ങളിൽ അധികമായ ആഡംബര നികുതി ഏർപ്പെടുത്തുകയും അതേ തുടർന്ന് സ്വാഭാവികമായി കുളി ഉടമകൾക്കൊക്കെ റോമൻ ഭരണകൂടത്തിനോട് വിരോധമുണ്ടാകുകയും അതിന് പിന്തുടർച്ചയായിട്ടാണ് ഈ ക്ലയോപ്പാവ് എന്ന് പറയുന്ന മനുഷ്യൻ കേൾക്കുന്നത് യെരൂശലേമിൽ യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റോമൻ ഭരണകൂടത്തിനെതിരെ വിപ്ലവം സൃഷ്ടിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ തക്കോണം പെസഹായുടെ പെരുന്നാളിൽ യെരൂശലേമിലേക്ക് പോകുന്നവനാണ് ആര്? ക്ലയോപ്പാവും അവന്റെ കൂടെ പോയ ആ ശിഷ്യനും എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവുമാണ്. ഈ മനുഷ്യൻ എന്തിനാണ് യഥാർത്ഥത്തിൽ യെരൂശലേമിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ ഈ പഠനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയാണ്. സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഈ വേദഭാഗവും ഈ പഠനവും നമ്മുടെ മുമ്പാകെ വരച്ചു കാട്ടുന്നത് ആ 2 ശിഷ്യന്മാർക്കുണ്ടായിരുന്നത് വിശ്വാസരാഹിത്യമാണ്. എന്നാൽ വേദഭാഗത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്നത് ഈ വിശ്വാസരാഹിത്യത്തിൽ നടന്ന ഈ 2 ശിഷ്യന്മാരുടെ അരികിലേക്ക് ക്രിസ്തുദാനും കൂടെ നടന്ന് അവരെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് വീണ്ടും യെരൂശലേമിലേക്ക് മടക്കിക്കൊണ്ടുപോകുന്നതാട്ടാ കാണുന്നത്. മടക്കി അത്രയ്ക്ക് നന്ദി കുറിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവോട്ട് ചേർന്നുള്ള അനുഭവം അവർക്ക് കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് യേശു തമ്പുരാൻ ആ 2 ശിഷ്യന്മാരുടെ ഈ വിശ്വാസരാഹിത്യത്തെ തുടച്ചു നീക്കിയത്? അല്ലെങ്കിൽ ഈ ആത്മീയ അന്ധതയെ എങ്ങനെയാണ് തുടച്ചു നീക്കിയത്?
യേശു തമ്പുരാൻ അവലംബിക്കുന്ന 2 പടികളുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയപലകളിൽ രേഖപ്പെടുത്തേണ്ട 2 പടികളാണ്. നമ്മുടെ വിശ്വാസക്കുറവിനെ തുടച്ചു നീക്കുവാൻ തക്കവണ്ണം നാം അവലംബിക്കേണ്ട 2 പടികൾ. അതിൽ ഒന്നാമതായി ക്രിസ്തു അവലംബിക്കുന്നത് വേദഭാഗത്ത് നിന്ന് പഠിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഇങ്ങനെയാണ്: ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി. ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി. എന്താ ഈ ആത്മീയ അധ്വാനം എന്ന് പറഞ്ഞാൽ? സ്പിരിച്വൽ എക്സസൈസ് എന്ന് പറയും. ഫിസിക്കൽ എക്സസൈസ് അറിയല്ലേ? കായികമായി അധ്വാനം. എന്താ അത്? എന്തിനു വേണ്ടിയാ നമ്മൾ കായികമായിട്ട് അധ്വാനം നടത്തണം എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത ശൈലിയിലൊക്കെ നമ്മുടെ ശരീരത്തിന് യഥാർത്ഥമായി വ്യായാമം ഇല്ലെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യവും ആകാര വടിവും സൗന്ദര്യമൊന്നും നിലനിർത്തുവാൻ തക്കോണം സാധിക്കുകയില്ല. ഈ ജീവിത ശൈലികൾ നമ്മളെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണല്ലോ ഈ കോവിഡിന്റെ ക്വാറന്റൈൻ ലോക്ക്ഡൌണിനൊക്കെ ശേഷം അധികമായ ഫിറ്റ്നസ് സെന്ററുകളൊക്കെ നമ്മുടെ ഇടയിലൊക്കെ മുളച്ചു വന്നതല്ലേ. ഫിറ്റ്നസ് ആപ്പുകളും അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിർവഹിക്കപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. നമ്മുടെ ശാരീരികമായ സൗന്ദര്യവും ആകാര വടിവും ഉന്മേഷവും ഒക്കെ നിലനിർത്തണമെങ്കിൽ കായികമായ അധ്വാനം കൂടിയേ തീരും. പണ്ട് കാലത്ത് ഈ സാമ്പത്തിക ഭദ്രത അത്രയൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ, ഭക്ഷ്യവസ്തുക്കളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പൂർവികർ പട്ടിണി കിടന്നിട്ടുണ്ടല്ലേ. പഴയ തലമുറകൾക്ക് ഓർമ്മ കാണും, പട്ടിണി കിടന്ന സാഹചര്യമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പണത്തിന് പണമുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ മേടിക്കുവാൻ തക്കോണമുള്ള സാഹചര്യങ്ങളുണ്ട്, മൊബൈലിൽ എടുത്തു കോൾ ചെയ്താൽ ഹോം ഡെലിവറി വരെ ഉണ്ട്. എന്നിട്ടും നമ്മളൊക്കെ പലപ്പോഴും പട്ടിണി കിടക്കുക. എന്തിനു വേണ്ടിയാ? എന്നിട്ട് അതിനൊരു പേര് നൽകും. എന്താ പേര്? ഡയറ്റ് അല്ലേ. ഒരു സ്പൂൺ ചോറ് മാത്രം തിന്നുന്ന 20-നും 30-നും വയസ്സ് മധ്യത്തിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ വിധത്തിൽ അതൊക്കെ അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ജീവിത ശൈലികളോട് ബന്ധപ്പെട്ട് അനിവാര്യമാണ് ഈ കായികമായ നമ്മുടെ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഈ കായികമായ അധ്വാനം അനിവാര്യമാകുന്നത് പോലെ ആത്മാവിന്റെ ഉന്മേഷത്തിനും സൗന്ദര്യത്തിനും ഒക്കെ എന്തു വേണം? ആത്മീയമായ അധ്വാനം വേണം. വേദഭാഗം പഠിക്കുമ്പോൾ അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ ആ 2 ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ആത്മീയ അധ്വാനം എന്താണെന്ന് അറിയുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്ന് എല്ലാ തിരുവെഴുത്തുകളിൽ നിന്ന് തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ എന്താ ആത്മീയ അധ്വാനമാണ് നൽകിയത്? വേദപുസ്തകത്തെ, തിരുവചനത്തെ അവർക്ക് പഠിപ്പിച്ചു നൽകി. ഈ കാലഘട്ടങ്ങളിൽ അനിവാര്യമായ ഒരു അധ്വാനം ഇത് തന്നെയാണ്, വേദപുസ്തക പഠനം എന്ന് പറയുന്നത്. വേദപുസ്തക പഠനം മാത്രമല്ല, നമ്മുടെ ആരാധന ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തികളും എല്ലാ ക്രമങ്ങളും അത് ഈ ആത്മീയ അധ്വാനത്തിന്റെ ഭാഗമാണ്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, പലപ്പോഴായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു ഞായറാഴ്ച കേന്ദ്രിതമായ ആത്മീയതയെ നമുക്കുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ മാറ്റിവെച്ച് ഞായറാഴ്ചകൾ സജീവമായി ആരാധനയിൽ പങ്കെടുക്കുകയും ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും മറ്റുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി അല്ല എന്നുള്ള ധാരണകൾ പലപ്പോഴും നമുക്കുണ്ട്. മരുഭൂമിയിലെ പിതാക്കന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഞായറാഴ്ച കേന്ദ്രിതമാകുന്ന ആത്മീയതയെ പറ്റി ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആ പിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുന്ന വാചകം എങ്ങനെയാണ്? It is hard to get in shape spiritually perfect if you only work out on Sundays. ഞായറാഴ്ചകളിൽ മാത്രം നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ ആത്മീയമായ പൂർണ്ണത പ്രാപിക്കുവാൻ തക്കോണം ഒരു വ്യക്തിക്കും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നിരന്തരമായി അനുദിനം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? ആത്മീയമായ അധ്വാനം വേണം. ദിനം പ്രതിയുള്ള പ്രാർത്ഥനകൾ, ദിനം പ്രതിയുള്ള വേദപുസ്തക പാരായണം, അതേപോലെയുള്ള ദാനധർമ്മങ്ങൾ, ഇവയെല്ലാം ചേരുന്നതാണ് നമ്മുടെ ആത്മീയമായ അധ്വാനം എന്ന് പറയുന്നത്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഒരു പദമുണ്ട്, ഹൗസ് ഹോൾഡ് അസറ്റിസം എന്നാ പറയുന്നത്. ഹൗസ് ഹോൾഡ് അസറ്റിസം. അസറ്റിസം എന്ന് പറയുന്ന പദം എന്താ അർത്ഥമാക്കുന്നത്? സന്യാസം എന്നതാണ്. സന്യാസം. ദേറ എന്ന പദം നിങ്ങൾക്കറിയാം. ദേറ എന്ന് പറയുന്ന പദത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന സന്യസ്തരാകുന്ന വ്യക്തികൾ താമസിക്കുന്ന ഇടം എന്നതാണ് നമ്മുടെ ധാരണ. ദേറ എന്ന സുറിയാനി പദത്തിന്, ദേറോ എന്ന് പറയുന്ന സുറിയാനി പദത്തിന് അർത്ഥം ഭവനം എന്നതാണ്. ഈ ഹൗസ് ഹോൾഡ് അസറ്റിസം എന്ന് പറയുന്ന ഈ പൗരസ്ത്യ പിതാക്കന്മാർ മുന്നോട്ട് വെക്കുന്ന ഈ പദപ്രയോഗത്തിന് അർത്ഥമാക്കുന്ന എന്താണെന്നറിയാമോ? നമ്മുടെയൊക്കെ കുടുംബമുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഭവനം, ഭവനത്തിൽ നിന്ന് ഒരു തപസ്വിയെ, ഒരു ആത്മീയനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കോണം സാധിക്കും. ഭവനത്തിൽ നിന്ന് ഒരു ആത്മീയനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ തക്കോണം സാധിക്കും. എങ്ങനെയാ? നിഷ്ഠ
നിഷ്ഠയോടുകൂടിയുള്ള ആരാധന ജീവിതം. മാർ ഏലിയ നബിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇത് ഇവിടെ പ്രാധാന്യമുള്ളതായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ പിതാക്കന്മാർ വർണ്ണിച്ചിരിക്കുന്ന വിശേഷങ്ങൾ ഒന്നെയാണ് ജീവിത നിഷ്ഠ എന്ന് പറയുന്നത്. നാഥനെ പ്രസാദിപ്പിക്കുവാൻ തക്ക വിധമുള്ള ജീവിത നിഷ്ഠയ്ക്ക് ഉടമയായിരുന്നു മാർ ഏലിയ നബി. നിരന്തരമാകുന്ന ഒരു ആരാധന ജീവിതത്തിലേക്ക് നാം കടന്നു ചെല്ലണം. അതുകൊണ്ട് ആ പിതാക്കന്മാരൊക്കെ യാമങ്ങളെ 7 ആയിട്ട് തിരിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ സമയം ക്രമീകരിച്ച് തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ പോലും പല കുടുംബങ്ങളിലില്ല എന്നത് പരമമായ സത്യമാണ്. എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിന് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണം. എല്ലാത്തിനും നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ക്രമമുണ്ടല്ലോ, എല്ലാത്തിനും ഒരു താളമുണ്ട്. സമൂഹത്തിന് ഒരു ക്രമമുണ്ട്, ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട് അല്ലേ? ആ ലോ ആൻഡ് ഓർഡർ, ആ ക്രമം തെറ്റുകയാണെങ്കിൽ നാം അതിനെന്തോ വിളിക്കും? സമൂഹത്തിൽ ക്രമം തെറ്റുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അക്രമം എന്ന. പ്രകൃതിയിലേക്ക് നോക്കി ഋതുക്കളൊക്കെ യഥാക്രമം മാറി വരുന്നുണ്ട്. മഴ പെയ്യേണ്ട സമയത്ത് മഴയും, അല്ലെങ്കിൽ കാറ്റടിക്കേണ്ട സമയത്ത് കാറ്റ്. ഇതൊന്നും അല്ല എങ്കിൽ നമ്മൾ അതിനെ പ്രകൃതിക്ഷോഭം എന്നൊക്കെ പല പേരിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. മനോഹരമായ ഗാനങ്ങൾ ഒരു ഗായക സംഘം പാടി. സംഗീതമാണ്. സംഗീതത്തിന് എന്തുണ്ട്? താളമുണ്ട്. താളം തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തോ വിളിക്കും? എന്തോ അവതാളം എന്ന് വിളിക്കും. നമ്മുടെ ആരാധന ജീവിതത്തിലും എന്തുണ്ട്? ഒരു താളമുണ്ട്, ക്രമമുണ്ട്. അത് തെറ്റാതെ പോകുന്നതാണ് ആത്മീയമായ പരിപൂർണത എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സന്ധ്യാനേരത്തിൽ പണ്ടുകാലത്തൊക്കെ വിളക്ക് കത്തിച്ച് പാട്ടുയരുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ള മതസ്ഥരൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യം ഇങ്ങനെയായിരുന്നല്ലോ. ഇന്ന ആളുടെ ഭവനത്തിൽ വിളക്ക് കത്തിച്ച് പാട്ടുയരുന്ന സമയം ഇന്ന സമയം 6 മണി അല്ലെങ്കിൽ 6:30, 7 മണി. പിന്നെ നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് പ്രത്യേകം ഒരു സമയം. ഇന്ന് കാലത്ത് വിളക്കുമില്ല, പാട്ടുമില്ല, അല്ലേ? ഇരുട്ടത്തിങ്ങനെ തലകുനിച്ചിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും ആത്മീയമായ അധ്വാനമാണ് ഒരാളുടെ ആത്മീയ അന്ധതയെ തുടച്ച് നീക്കുന്നത്. ആത്മീയമായ അധ്വാനമില്ലാതെ ഒരാൾക്ക് ദൈവികനായി തീരുവാൻ തക്കോണം കഴിയുമെന്ന് ചിന്തിക്കുന്നത് പോലും വലിയ മൂഢതയാണ്. ഒരാൾക്കും ദൈവികനാകുവാൻ, ആത്മീയനാകുവാൻ തക്കവണ്ണം കഴിയുകയില്ല ആത്മീയ അധ്വാനമില്ലാതെ. ഏറ്റവും ഉദാത്തമായ ഉദാഹരണം ആദാമിയ പിതാക്കന്മാരാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഹൗവയുടെ അടുക്കലേക്ക് പാമ്പ് വന്ന് നടത്തുന്ന പരീക്ഷണം എന്താ? വന്ന് പറയുന്നത് എന്താ? ഈ വൃക്ഷത്തിലെ ഫലം നീ കഴിക്കുകയാണെങ്കിൽ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെ ആകുവാൻ എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഹൗവ കൊണ്ട് പറയുന്നത്. ഹൗവയുടെ അടുക്കലേക്ക് പാമ്പ് കൊണ്ട് പറയുന്നത്, വൃക്ഷത്തിൽ നിന്ന് ഫലം ഇങ്ങനെ പറിക്കുക, അത് കടിച്ചു പറിച്ച് തിന്നുക. വളരെ നിസ്സാരം. അവൾ അത് ചെയ്തു. യഥാർത്ഥത്തിൽ ആ പറുദീസയുടെ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആത്മീയമായ അധ്വാനമില്ല എങ്കിൽ നിരന്തരമായും ഞാനും നിങ്ങളും പിശാചിന്റെ പരീക്ഷണത്തിനിടയാകും. 2 ശിഷ്യന്മാരെ ഞാൻ ഉദാഹരിക്കട്ടെ. ഒന്നാമത്തെ ആളുടെ പേര് പത്രോസ് എന്ന. പത്രോസിന്റെ ജീവിതം നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. നിരന്തരമായി ക്രിസ്തുവിനോട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ യേശുദമ്പനം കടലിന് മീതെ നടന്നപ്പോൾ എനിക്കും നടക്കണമെന്ന് ഒരു കൊച്ചുകുട്ടി വാശി പിടിക്കുന്നത് പോലെ വാശി പിടിക്കുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട്. എന്നാൽ ഒരു വേള ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലും അദ്ദേഹം അനുദപിച്ച് മടങ്ങി വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണവും യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തിയ ഈ ആത്മീയ അധ്വാനത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ്. നടത്തുന്ന ഓരോ വാദപ്രതിവാദങ്ങളും ഓരോ പരിശ്രമങ്ങളും ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള ഓരോ അധ്വാനവും അദ്ദേഹത്തെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിച്ചു എന്നതാ കാണുന്നു. മറ്റൊരു ശിഷ്യനെ കാണുന്നുണ്ടല്ലോ, ഇസ്കരിയോത്യ യൂദ. കൂട്ടത്തിൽ പണസഞ്ചി സൂക്ഷിച്ച് ഒടുവിൽ ആ പണസഞ്ചി കൊണ്ട് തന്നെ അക്കൽദാമ വാങ്ങുവാൻ കാരണമായി തീർന്നു. തീർച്ചയായും ആത്മീയമായ അധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാത്താന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കും. ഈ ആത്മീയമായ അധ്വാനമുള്ള വ്യക്തികൾക്ക് മാത്രമേ അരികിലുള്ള ക്രിസ്തു സാന്നിധ്യത്തെ, ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ തക്കോണം കഴിയുകയുള്ളൂ. പണ്ട് കാലത്തെ നമ്മുടെ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെയൊക്കെ ഓർമ്മ കാണും. ഈ ചട്ടയും മുണ്ടും ഒക്കെ കൊടുത്ത് ഈ നേരിയതും ഒക്കെ കൊടുത്ത് നടക്കുന്ന അമ്മമാരെയൊക്കെ ഓർമ്മ കാണുമായിരില്ലോ. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിലെ ഒരു വക്താവ് എന്ന നിലയിൽ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രസന്നതയുണ്ട്. യോഗാത്മകമാകുന്ന ജീവിതം നയിക്കുന്നവരാ, അല്ലെ? ഇവരൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ദൈവനാമം ഉച്ചരിക്കും. ശ്രദ്ധിച്ചിട്ട് കാണും. ഒരു കഞ്ഞിക്കലം അടുപ്പയിലോട്ട് വെക്കുമ്പോൾ അതിൽ കുരിശ് വരയ്ക്കും, അല്ലെ? അത് വാങ്ങുമ്പോൾ അതിൽ കുരിശ് വരയ്ക്കും. എല്ലാത്തിലും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ദൈവനാമം ഉച്ചരിക്കുവാൻ തക്കോണം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ സ്മരണയിലേക്ക് കടന്നു വരുന്നത് എന്റെ വല്യമ്മച്ചിയാണ്. എന്റെ ഉപ്പാപ്പന് ഏകദേശം 2 വയസ്സുള്ള സമയത്താണ്
അപ്പച്ചൻ മരണപ്പെട്ടു പോകുന്നത്. 4 ആൺമക്കളാണ്. ആ കാലഘട്ടത്തിന്റെ വലിയ പ്രയാസങ്ങളുടെ നടുവിൽ കണ്ണുനീരോടുകൂടി ഒരു വിധവ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് പ്രയാസങ്ങൾ കൂടി 4 മക്കളെയും വളർത്തി. ആ പ്രയാസങ്ങളുടെ നടുവിൽ കൊച്ചുമക്കൾ എന്റെ സ്മരണയിലൊക്കെ നല്ല ഗുണമുണ്ട്. മടിയിലിരുത്തിക്കൊണ്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ. യഥാർത്ഥത്തിൽ ആ അമ്മയോടൊക്കെ ചേർന്ന് അവരോട് സംസാരിക്കുമുണ്ടാകുന്ന പ്രസന്നതയൊന്നും ഈ കാലഘട്ടങ്ങളിൽ നിന്നും ആരോട് സംസാരിച്ചാലും നമുക്ക് ലഭിക്കില്ല. സെമിനാരിൽ പഠനത്തിന്റെ 2ാം വർഷ കാലയളവിൽ അമ്മച്ചി മരണപ്പെട്ടു പോകുന്നത്. അതിനു മുമ്പ് വരെ ജീവിതത്തിന്റെ എല്ലാ പ്രധാന നിമിഷങ്ങളിലും പ്രാർത്ഥിച്ചയച്ചതിന് ശേഷം നെറ്റിൽ റൂഷ്മ വരയ്ക്കുമ്പോൾ പൗരോഹിത്യ സ്ഥാനമൊന്നും സ്വീകരിച്ച വ്യക്തിയൊന്നുമല്ലല്ലോ. ആ റൂഷ്മ വരച്ച് കുരിശ് വരച്ച് ചുംബിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രസന്നതയുണ്ട്. അത് ഒരു പൗരോഹിത്യ സ്ഥാനത്തിനും കൈമാറ്റം ചെയ്യുവാൻ തക്കവണ്ണം കഴിയാത്ത വസ്തുതയാണ്. ഇതെങ്ങനെ ഇവരൊക്കെ ആർജിച്ചെടുക്കുന്നത്? അവരുടെ ജീവിതത്തിൽ നിരന്തരമായി അവർ ചെയ്ത ആത്മീയമായ അധ്വാനത്തിന്റെ പിൻബലമാണ്. യോഗാത്മകമാകുന്ന ജീവിതങ്ങൾ ആ തരണത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഉയർന്നു വരണം. ഈ ആത്മീയ ജീവിതത്തിന് യഥാർത്ഥമായ നല്ല ഉദാത്തമായ ഉദാഹരണം തന്നെയാണ് മോർ ഏലിയ നിബീം എന്ന് പറയുന്നത്. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് യേശു തമ്പുരാൻ ആ 2 ശിഷ്യന്മാരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുവാൻ തക്കോണം നിർവഹിക്കുന്ന പടി എന്ന് പറയുന്നത്, ഒന്നാമതായി ചെയ്തത് ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി. രണ്ടാമതായിട്ട് പറയുന്നത് കഷ്ടതകളെ കുറിച്ച് അവർക്ക് പ്രബോധനം നൽകി. കഷ്ടതകളെ പറ്റി അവർക്ക് പ്രബോധനം നൽകി. വേദഭാഗത്തിന്റെ 26-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് അവരെ പ്രബോധിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കഷ്ടതകളെ പറ്റിയുള്ള പാഠം അവർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ആരാ ഈ സങ്കടങ്ങളെ പറ്റിയും കണ്ണുനീരിനെ പറ്റിയും തലമുറകളോട് സംവേദിക്കുന്നത്? തലമുറകളോട് ദുഃഖങ്ങളെ പറ്റിയും സങ്കടങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ഒരു കുറവും അറിയിക്കാതെയല്ലേ കുഞ്ഞുങ്ങളെയൊക്കെ തലമുറകളെ വളർത്തുന്നത്? കുറവൊന്നും അറിയിക്കാതെ വളർത്തി കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് മുതിർന്നവരുടെ പ്രായമാകുന്ന സാഹചര്യത്തിൽ അവർ ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ? കുറവറിയിക്കാത്ത ഈ മാതാപിതാക്കൾ തങ്ങൾക്കൊരു കുറവാണ്. അതുകൊണ്ടാണല്ലോ ആതുരാലയങ്ങളും വൃദ്ധസഹനങ്ങളുടെ ഒക്കെ എണ്ണം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്. പല മാതാപിതാക്കളും കണ്ണുനീരോടുകൂടി പറയുന്നതാണല്ലോ, കൈവെള്ളയിൽ കൊണ്ടു നടന്ന കുഞ്ഞാണ് കൈവിരലിന്റെ ഇടയിൽ തൂകിപ്പോകുന്നത് പോലും അറിഞ്ഞില്ല. ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഭദ്രതയും, ഇന്നായിരിക്കുന്ന എല്ലാ നന്മകളുടെ പിന്നിൽ ചോര പൊടിയുന്ന അനുഭവമുണ്ട് എന്ന തലമുറകളോട് ചൊല്ലിക്കൊടുക്കുവാൻ കഴിയണം. ഇന്ന് എല്ലാ സന്തോഷങ്ങളും എടുത്തു നോക്കിക്കേ, എല്ലാ ആഘോഷങ്ങളും എടുത്തു നോക്കിയേ, എല്ലാ പെരുന്നാളുകളും എടുത്തു നോക്കിയേ, അതിന്റെ പിന്നിൽ കണ്ണു നനയിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഏത് പെരുന്നാളായിക്കോട്ടെ, ഏത് വിശുദ്ധന്റെ പെരുന്നാളായിക്കോട്ടെ, ജീവിതത്തിന്റെ ഏത് ആഘോഷം നിർവഹിക്കുന്ന ഏത് സാഹചര്യങ്ങളിലും അതിന്റെ പിന്നിലെല്ലാം ദുഃഖം പറഞ്ഞു വെക്കുവാൻ തക്കവണ്ണമുള്ള സങ്കടങ്ങളുടെ പിൻബലത്തിലല്ലാതെ ഒരു ആഘോഷങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ദുഃഖങ്ങളെ പറ്റിയുള്ള, സങ്കടങ്ങളെ പറ്റിയുള്ള, വേദനകളെ പറ്റിയുള്ള പാഠങ്ങളെ ചൊല്ലിക്കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ആഘോഷിക്കുന്ന ചൊല്ലുന്ന റൈമുകളുണ്ടല്ലോ. പല റൈമുകളും നേഴ്സറി സ്കൂളിൽ കുഞ്ഞുങ്ങൾ ചൊല്ലും. ആ റൈം ഒരു ഉദാഹരണമാണ്. ആ റൈമിന്റെ പിന്നിലും ഇന്ന് സന്തോഷിക്കുവാൻ തക്കോണം കാരണമാകുന്ന റൈമിന്റെ പിന്നിലുമൊക്കെ ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ കഥകളുണ്ട്. ഉദാഹരണത്തിന് മധ്യകാല യൂറോപ്പിൽ സമുദായത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി വൈവാഹിക ജീവിതം നടത്തുന്ന സ്ത്രീ പുരുഷന്മാർക്ക് നൽകുന്ന ഒരു ശിക്ഷാരീതിയെ പറ്റി ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇവരെ പിടിച്ച് ന്യായാധിപ സംഘത്തിന്റെ ഒക്കെ മുമ്പിൽ നിർത്തിയതിനു ശേഷം ഇവരെ തലയിൽ കോമാളി വസ്ത്രം അണിയിച്ച് തലയിൽ ഒരു കിരീടമൊക്കെ വെച്ച് ചായം പൂശി അവരുടെ തോളിൽ വലിയ ഭാരമേറിയ ഒരു തടി വെച്ച് അതിന് ഇരുവശങ്ങളിലും ബക്കറ്റ് നിറയെ വെള്ളം വെച്ചുകൊണ്ട് വലിയ കുന്നിലേക്ക് നടത്തും. ഈ കുന്നിലേക്ക് നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീയും പുരുഷനും ഒക്കെ നടന്നു പോകുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഭാരം കൊണ്ട് പല പ്രാവശ്യം അവർ വീഴും. ഈ വെള്ളം ചെന്ന് അവിടെ ഉള്ള കിണറ്റിൽ ഒഴിച്ചതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും വെള്ളം കോരി താഴോട്ട് ഇറങ്ങി വരണം. ഈ വളരെ വേദനാജനകമാകുന്ന ഈ യാത്രാ മധ്യേ പലപ്പോഴും വീഴുമ്പോൾ ഇത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ കാണുന്നുണ്ട്. ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ചൊല്ലാറുള്ള റൈമുണ്ട്. ഏതാ റൈം എന്നറിയാമോ? കേട്ടിട്ടുണ്ടാകും. ജാക്ക് ആൻഡ് ജിൽ went up an hill to fetch a pail of water. കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതിന്റെ പിന്നിലുള്ള കഥ ഇതാണ്. മനുഷ്യത്വരഹിതമാകുന്ന
ചോര പൊടിയുന്ന, കണ്ണു നനയിപ്പിക്കുന്ന അനുഭവങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ആഘോഷിക്കുവാൻ തക്കോണം കാരണമാകുന്നുവെങ്കിൽ അതിന് ഓർമ്മപ്പെടുത്തുന്ന വസ്തുത ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ എല്ലാം പിൻബലം എന്ന് പറയുന്നത് സങ്കടങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് സങ്കടങ്ങളെ ചൊല്ലിക്കൊടുക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകണം. മുറിവുകളുടെ മധ്യത്തിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തക്കോണം കഴിയുകയുള്ളൂ. ജീവിതത്തിന്റെ വേദനകളുടെ നടുവിൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ തക്കോണം സാധിക്കുകയുള്ളൂ. പുനരുദ്ധാനത്തിന് ശേഷം യേശു തമ്പുരാൻ ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നിങ്ങൾ സമാധാനം എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറയുന്ന കാര്യം ഇതാണ്. എന്താ? എന്റെ കയ്യിലെയും കാലുകളിലെയും മുറിവുകൾ നോക്കി ഇത് ഞാൻ തന്നെ അല്ലയോ എന്ന് തിരിച്ചറിവിൻ. ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളുണ്ടാകുന്ന മുറിവുകളുടെ മധ്യത്തിലേ കഴിയുകയുള്ളൂ. രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയൊക്കെ നടുവിൽ അവനെ കണ്ടുമുട്ടുവാനുള്ള സാഹചര്യങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ ഫ്രേസ് പറയുമല്ലോ, ഈച്ച് ഡിസപ്പോയിന്റ്മെന്റ് മേക്ക് ഈസ് ആൻ അപ്പോയിന്റ്മെന്റ്. ജീവിതത്തിന്റെ എല്ലാ വൈഷമ്യങ്ങളും അവനുമായുള്ള കൂടിക്കാഴ്ചയുടെ അവസരങ്ങളാണ്. പ്രിയമുള്ളവരെ, കഷ്ടതകളെ പറ്റിയുള്ള പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസക്കുറവിനെ, ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുവാൻ അനിവാര്യമാണ്. ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി, ആ രണ്ടു ശിഷ്യന്മാർ വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിലേക്ക് മടങ്ങി വരുവാനുള്ള കാരണമായി പറഞ്ഞത് അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കി എന്നതാണ്. അതിന് യേശു തമ്പുരാൻ സ്വീകരിച്ച രണ്ട് വടികൾ: ഒന്ന്, ആത്മീയ അധ്വാനത്തിന്റെ പാഠം അവർക്ക് പകർന്നു നൽകി; രണ്ട്, കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി. രണ്ടാമതും അവസാനവുമായി ഒരു കാരണം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിച്ചു കൊള്ളാം. ഈ രണ്ടു ശിഷ്യന്മാർ യെരൂശലേമിലേക്ക് മടങ്ങി വരുവാനുള്ള രണ്ടാമത്തെ കാരണം ഏവരെയും കൈക്കൊള്ളുവാൻ, ഉൾക്കൊള്ളുവാനുള്ള അവിടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. ഏവരെയും കൈക്കൊള്ളുവാൻ, ഉൾക്കൊള്ളുവാനുള്ള അവിടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. The frankness to embrace everyone. എല്ലാവരെയും സ്വീകരിക്കുവാനുള്ള ഹൃദയത്തിന്റെ വിശാലത. വേദഭാഗത്തിന്റെ 28, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുവാൻ ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടി പാർക്കുക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടി പാർക്കുവാനായി ചെന്നു. അപരിചിതനായ മനുഷ്യൻ അവരടുക്കുന്ന ഗ്രാമത്തോടെടുത്തപ്പോൾ മുന്നോട്ട് പോകുവാൻ ഭാവം കാണിച്ചപ്പോൾ ഈ രണ്ടു ശിഷ്യന്മാർ തങ്ങളോടുകൂടി വസിക്കുവാനും അപേക്ഷിക്കുവാനും തക്കവണ്ണം ആരെ നിർബന്ധിച്ചു? അപരിചിതനായ മനുഷ്യനെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് യഹൂദ സംസ്കാരമാണ്. അതിഥികളായി ക്ഷണിക്കുന്ന ഒരു ആദ്യത്തെ സംസ്കാരമാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. അപരിചിതരാകുന്ന യാത്രക്കാർക്ക് താമസ സൗകര്യം, ഭക്ഷണം ഒരുക്കുന്ന യഹൂദ സംസ്കാരം പഴയ നിയമത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്. പഴയ നിയമത്തിലെ ഒരു പടുവൃദ്ധനായ ഒരു പിതാവ്, ആ പിതാവിന്റെ കൂടാരത്തിലേക്ക് 3 പുരുഷന്മാർ കടന്നു വന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, വൃക്ഷത്തണലിലൊക്കെ വിശ്രമിച്ച് അപ്പകഷ്ണങ്ങൾ ഭക്ഷിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറയുകയുണ്ടായി. ആ 3 പുരുഷന്മാർക്കും അത് പ്രീതികരമായിട്ട് തോന്നി. അവർ ആ പിതാവിനോടൊപ്പം ചേർന്ന് അവിടെ വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുവാൻ നേരം ആ പിതാവിനെയും അദ്ദേഹത്തിന്റെ സന്തതി പരമ്പകളെയും ഒപ്പം അദ്ദേഹത്തിനുള്ളതിനെ മുഴുവനും വാഴ്ത്തി അനുഗ്രഹിക്കുന്നതായിട്ട് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പിതാവ് ആരാ? ഏത് പിതാവ്? എന്തോ പഴയ നിയമത്തിലെ ഈ പടുവൃദ്ധനായ പിതാവ് അബ്രഹാം. ശരി ഉത്തരവാ, അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന് ശേഷം 24-ാം അധ്യായം മുഴുവനും നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള ആതിഥേയ മര്യാദയാണ്. അപരിചിതരാകുന്ന വ്യക്തികൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒക്കെ നൽകുന്നത് യഹൂദ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഈ രണ്ടു ശിഷ്യന്മാർ ഈ അപരിചിതനായ മനുഷ്യനെയും തങ്ങളോടുകൂടി വസിക്കുവാൻ തക്കവണ്ണം ക്ഷണിക്കുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്താണെന്നറിയാമോ? ഈ അപരിചിതനായ മനുഷ്യൻ തങ്ങളോടുകൂടി ഭക്ഷിക്കുവാൻ ഇരുന്ന സാഹചര്യത്തിൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കുന്ന നേരത്തിൽ അവരുടെ കണ്ണുകൾ തുറന്നത് ആരെന്ന് മനസ്സിലാക്കി. ക്രിസ്തു ആണെന്ന് മനസ്സിലാക്കി. എന്തു മാജിക് ഇവിടെ നടക്കുന്നത്! ഇത്രയും നേരം അവരോടുകൂടി അപരിചിതനായി നടന്ന് ക്രിസ്തുവിനെ പറ്റിയൊക്കെ പറഞ്ഞ്, നീ ക്രിസ്തുവിനെ അറിയുന്നില്ലയോ, നീ ഇതൊന്നും അറിഞ്ഞില്ലയോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഒടുവിൽ വസിക്കുവാൻ തക്കവണ്ണം അപ്പം കൊടുത്ത സാഹചര്യത്തിൽ, ആതിഥ്യം നൽകിയ സാഹചര്യത്തിൽ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു. എന്തു മറിമായമാണ് ഇവിടെ നടക്കുന്നത്! ഇത് മനസ്സിലാക്കുവാൻ തക്കോണം ഞാനൊരു ഉദാഹരണം പറയാം, ഒരു ഉപമാനം പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. കത്തി നിൽക്കുന്ന ചെറിയ മെഴുകുതിരി, ആ മെഴുകുതിരിയെ ഒരു പ്ലാവില കൊണ്ട് അടിച്ചാൽ എന്തു സംഭവിക്കും?
പ്ലാവില കൊണ്ടടിച്ചാൽ എന്ത് സംഭവിക്കാനാ? ചെറിയ മെഴുകുതിരി കെട്ടുപോകും അല്ലേ? ഇവിടെ അങ്ങ് ആളി കത്തുവാണ് ചെയ്യുന്നത്? അല്ല, കെട്ടുപോകും. ഇതേ പ്ലാവിൽ തന്നെ നമ്മുടെ ഭവനത്തിൽ അടുപ്പിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും? അടുപ്പിലെ ആ തീയിൽ അത് കരിഞ്ഞു പോകും. ഇതേ അടുപ്പിലേക്ക് അടുപ്പിനേക്കാൾ വലിപ്പമുള്ള വലിയൊരു തടി കഷ്ണം കുത്തിക്കയറ്റി വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അടുപ്പ് കെട്ടുപോകും. ഇതേ തടി കഷ്ണം ഒരു തീച്ചൂളയിൽ കൊണ്ടിടുകയാണെങ്കിലും, വളരെ ശക്തിയുള്ള തീയുള്ള തീച്ചൂളയിൽ കൊണ്ടിടുകയാണെങ്കിൽ ആ തടി കഷ്ണം എരിഞ്ഞു പോകും. ആ തീച്ചൂളയിലേക്ക് ഒരു ഇരുമ്പ് കൊണ്ടുവെക്കുകയാണെങ്കിലോ ഇരുമ്പ് ആ തീയെ സ്വീകരിക്കും. ഇതേ ഇരുമ്പ് അതിനേക്കാൾ വലിയൊരു ഫെർണസിൽ കൊണ്ടിടുകയാണെങ്കിലോ അത് ഉരുകി വെള്ളം പോലെയാകും. ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചിലതിന് ചിലതൊക്കെ തടസ്സമായിരുന്നു. ആ പ്ലാവിലേക്ക് അടുപ്പ് തടസ്സമാകുന്നത് പോലെ, അടുപ്പിന് വലിയ തടി കഷ്ണം തടസ്സമാകുന്നത് പോലെ പല രീതിയിൽ പലതും പലതിന് തടസ്സമാണ്. തടസ്സം മാറ്റുവാൻ തക്കവണ്ണം എന്താ ചെയ്തത്? അവിടെ ഓരോ ഘട്ടത്തിലും എന്തോ ചെയ്തു? തീയുടെ ശക്തി വർദ്ധിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ഹൃദയങ്ങളും ഇതുപോലെ തന്നെയാ. പലതരത്തിലുള്ള വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും കോപവും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അരികിൽ നിൽക്കുന്ന സഹോദരനെയോ അപ്പുറത്ത് താമസിക്കുന്ന അയൽവക്കത്തുള്ളവനെയോ നമുക്കോട് രക്തബന്ധമുള്ളവരെ പോലും തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും കൈക്കൊള്ളുവാൻ തക്കോണം നമുക്ക് കഴിയാതെ പോകുന്നു. കാരണം എന്താ? നമ്മുടെ ഹൃദയം ഈ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. ഈ ദുഃഖവും ഈ കോപവും വൈരാഗ്യവും വിദ്വേഷം കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ എന്തു ചെയ്യണം? ഇതിനെയൊക്കെ എരിച്ചു കളയണം. എരിച്ചു കളയുവാൻ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് ഇവയെ നാം എരിച്ചു കളയുമ്പോൾ തീർച്ചയായും അരികിൽ നിൽക്കുന്ന ആ സഹോദരനും അയൽവക്കത്തിൽ നിൽക്കുന്ന ആളും നമ്മുടെ രക്തത്തിൽ പിറന്നിട്ടുള്ള വ്യക്തിത്വവും എല്ലാം ആരായിട്ട് അനുഭവപ്പെടും? നമുക്ക് സ്വന്തമായി അനുഭവപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ, നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ അറ്റുപോകുന്നതാണെന്ന് അല്ലേ? ബന്ധങ്ങളൊക്കെ അറ്റുപോകും. നമ്മുടെ ഇടവകയിലും കാണും. ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം രക്തത്തിൽ പിറന്നിട്ടുള്ളവർ പോലും മിണ്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾ അല്ലേ? നമ്മൾ പൊതുവിൽ പറയും ബന്ധം അറ്റുപോയതാണ്. ബന്ധം അറ്റുപോകുന്നതല്ല, മറിച്ച് ഞാൻ ഈ പറഞ്ഞ വാശിയും കോപവും വൈരാഗ്യത്തെയും ഒക്കെ താലോലിച്ച് തടവിയൊക്കെ ഈ ബന്ധത്തെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതാണ്. അതുകൊണ്ട് ഈ വൈരാഗ്യവും കോപവും ഒക്കെ നമ്മൾ സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് എരിച്ചു കളയണം. ഈ അനുഭവമാണ് ആ രണ്ടു ശിഷ്യന്മാർ തങ്ങളുടെ ആതിഥ്യ മര്യാദയിൽ കൂടി നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, താഴോട്ട് കാണുന്നുണ്ട്, അവൻ നമ്മോട് വേദവചനത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിജ്വലിച്ചില്ലയോ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം കഴിയുന്നത് സ്നേഹമാകുന്ന അഗ്നി കൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യങ്ങളെ ഇല്ലാതാക്കുമ്പോഴാണ്, ഹൃദയങ്ങളെ വിശാലതയാക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ സുവിശേഷം പഠിക്കുമ്പോൾ യേശു തമ്പുരാൻ സന്ദർശിക്കുന്ന 2-3 ഭവനങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ 2 ഭവനങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഞാനത് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ഭവനം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പരിചയപ്പെടുന്നതാണ്. പരീശനാകുന്ന ശീമോന്റെ ഭവനത്തിൽ യേശു തമ്പുരാൻ ഒരു അതിഥിയായിട്ട് അതിഥിയായി കടന്നു ചെല്ലുകയാണ്. എന്നാൽ അവിടെ ആതിഥേയത്വം നൽകുന്നത് ഒരു പാപിനിയായ സ്ത്രീയാണ്. ക്രിസ്തു അതിഥിയായി മാറുന്നത് ആരുടെ മുമ്പാകെയാണ്? ആ പാപിനിയായ സ്ത്രീയുടെ മുമ്പാകെയാണ്. രണ്ടാമത് സക്കായിയുടെ ഭവനമാണ്. കാട്ടത്തിൽ കയറി ക്രിസ്തുവിനെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ്. എന്നാൽ ക്രിസ്തു തന്റെ അരികിൽ വന്ന് അവനെ കണ്ടിട്ട് അവനോട് ചേർന്ന് അവന്റെ ഭവനത്തിൽ ചെന്ന് ആ ഭവനത്തിന് രക്ഷയരുളി. പ്രിയമുള്ളവരെ, ഈ 2 സന്ദർഭങ്ങളും നമുക്ക് നൽകുന്ന ഒരു ആത്മീയ പാഠമുണ്ട്. എന്താണെന്നറിയാമോ? യേശു തമ്പുരാൻ വിരുന്ന് ഒരുക്കുന്നവന്റെ വിരുന്നിലേക്കല്ല, മറിച്ച് വിരുന്നൊരുക്കുന്നവന്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. വിരുന്നൊരുക്കുന്നവന്റെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ഹൃദയം വിശാലമാക്കപ്പെടണം. അതുകൊണ്ട് പരിശുദ്ധമാകുന്ന കുർബാനയെ അനാഫോറ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നാം പരസ്പരം കയ്യസൂരി കൊടുക്കും. എന്താ ഇതിന്റെ അർത്ഥം? 2 കൈകളും നിവർത്തി അരികിൽ നിൽക്കുന്നവന്റെ കരങ്ങൾ, ഹസ്തങ്ങൾ നമ്മുടെ കയ്യിലോട് ചേർത്ത് പിടിക്കുന്ന എന്താ? ഹൃദയം തുറന്ന് അരികിൽ നിൽക്കുന്നവനെ ഞാൻ സ്വീകരിക്കുന്നു എന്നതാ അർത്ഥം. ഈ ഹൃദയ വിശാലത ഈ കൂദാശയിൽ നമുക്കില്ല എങ്കിൽ മുറിക്കപ്പെടുന്ന അപ്പം വെറും ഗോതമ്പപ്പമായും ഒഴിക്കപ്പെട്ട വീഞ്ഞ് വെറും വീഞ്ഞായി
നമ്മുടെ മുമ്പാകെ പോകും. നമ്മളെപ്പോഴാണ് അന്വേഷിക്കുന്നത് ഈ ഭക്ഷിക്കുന്ന കുർബാനയ്ക്ക് ഉപ്പുണ്ടോ രുചിയുണ്ടോ എന്നുള്ള അന്വേഷണമൊക്കെ ആ വിധത്തിലാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ തിരുശരീരങ്ങളായി നമുക്കത് അനുഭവപ്പെടണമെങ്കിൽ ഹൃദയം തുറന്ന് അരികിൽ നിൽക്കുന്നവനെയും കൂടി സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത ഉണ്ടാകണം. അപ്പോഴാ കൂദാശകളുടെ നടുവിൽ ആരെയും നാം കാണുന്നത്? ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം ഹൃദയങ്ങൾ തുറക്കപ്പെടണം. സ്നേഹം കൊണ്ട് വിശാലമാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയം. ഇന്ന് എവിടെ സ്നേഹവും ഹൃദയവിശാലതയും ഒക്കെ ഉള്ളത്? മനുഷ്യനെ തന്നെ സ്നേഹിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നാം സമീപിച്ചിരിക്കുന്നത്. സെൽഫ് ലവ് എന്ന പൊതുവിൽ പറയുന്നത്, അല്ലേ? ഞാൻ എന്നെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റാണെന്നുള്ള ധാരണ എനിക്കില്ല. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത്, അവനെ തന്നെ സ്നേഹിക്കുന്ന മനുഷ്യ സഹജമാണ്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത് നിങ്ങളുടെ ഫോണിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ സൂം ചെയ്ത് ആദ്യം നോക്കുന്ന ആരെയായിരിക്കും? ടിനുവച്ചനെയാണോ അതോ റോയച്ചനെയാണോ? അല്ല, പിന്നെ ആരെയാ നോക്കുന്നത്? എന്നെ. ഈ വിധത്തിൽ അതുപോലെ തന്നെയാ നമ്മളൊരു കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സെൽഫി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം ആദ്യം ആ ഫ്രെയിമിൽ ഉൾപ്പെടുത്തുവാൻ തക്കണം ശ്രദ്ധിക്കുന്നത് എന്റെ തല ഉൾപ്പെടണമെന്നുള്ളതാണ്. മനുഷ്യനെ സ്നേഹിക്കുന്നത് മനുഷ്യ സഹജമാണ്, അത്ര വലിയ തെറ്റൊന്നുമല്ല. മറിച്ച് ഈ സ്നേഹം അല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ പരിധി കടന്ന് അത് കൂടുതൽ സ്വാർത്ഥതയിലേക്ക് പോകുമ്പോഴാണ് അവിടെ വിഷയമായി മാറുന്നത്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത് സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്വാർത്ഥതയില്ലാത്ത സ്നേഹങ്ങളാണ് ഈ കാലഘട്ടത്തിൽ അനിവാര്യത ഉള്ളത്. ഉദരത്തിൽ അമ്മയെ ഭക്ഷിച്ച് വളർന്നു വരുന്ന, ജനിച്ച് പുറത്തേക്ക് വീഴുന്ന കുഞ്ഞ്, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്റെ ഒരു ധാരണ, ഇന്ന് ഈ കുഞ്ഞിന് ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടം ആ കുഞ്ഞിന് നഷ്ടപ്പെടുന്നത് കൊണ്ടാകാം കുഞ്ഞ് കരയുന്നത്. ഒരു ധാരണ എങ്ങനെയാണ്? കുഞ്ഞിനെ ഈ ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഗർഭപാത്രമാകാം. ഇതിന്റെയൊക്കെ വെളിച്ചത്തിലാകാം 2-3 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ലൈംഗികമായ അതിക്രമത്തിന് ഇരയാക്കപ്പെട്ട് ആത്മഹത്യ ചെയ്തു. അവളുടെ ശരീരത്തിൽ നിന്ന് പോലീസിന്റെ ഇൻക്വസ്റ്റിൽ നിന്നൊരു ആത്മഹത്യ കുറിപ്പ് ലഭിച്ചു. അതിൽ അവൾ എഴുതി വെച്ച കുറിപ്പ് ആ സമയങ്ങളിലെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി തീർന്നതാണ്. അവൾ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവും മാത്രമാണ് സുരക്ഷിതമായ ഇടം. എത്ര യാഥാർത്ഥ്യമാണ്! അമ്മയുടെ ഗർഭപാത്രവും കുഴിമാടവും മാത്രമാണ് സുരക്ഷിതമായ ഇടം. ഈ അധിവസിക്കുന്ന ഞാനും നിങ്ങളും നിലകൊള്ളുന്ന ഇടങ്ങൾ പോലും സുരക്ഷിതമല്ല എന്നതാണ് ഈ കാലഘട്ടം നമ്മളോട് സംസാരിക്കുന്നത്. മനുഷ്യനിന്ന് മനുഷ്യനെ തന്നെ കാമത്തിനും കോപത്തിനും പണത്തിനും വേണ്ടി കൊല്ലുന്ന കാലമാണ്, അല്ലെ? വെട്ടിക്കൊലകളും അതുപോലെ തന്നെ പണത്തിന് വേണ്ടി, കാമത്തിന് വേണ്ടി, കോപത്തിന് വേണ്ടിയും മനുഷ്യനെ ഇല്ലാതാക്കുന്ന മനുഷ്യ മൃഗങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഇതൊക്കെ പത്രങ്ങളിൽ വരുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നാം ചിന്തിക്കുന്നത്, ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ നാം പറയും, എന്തു മൃഗീയമായ സ്വഭാവമാണ് ഇവനുള്ളത്. മൃഗീയത എന്ന പദം ഈ കാലഘട്ടത്തിലൊക്കെ മാറ്റി നിർവചിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഏതെങ്കിലും മൃഗമുണ്ടോ സ്വന്തം വർഗത്തിലുള്ള ജന്തുവിനെ കാമത്തിനും കോപത്തിനും വേണ്ടി കൊല്ലുന്നത്? ഇരപിടിക്കുവാൻ തക്കവണ്ണം കൊല്ലുമായിരിക്കും. മനുഷ്യനെന്ന സ്പീഷീസ് ജന്തു മാത്രമേ ഉള്ളൂ കാമത്തിനും കോപത്തിനും വേണ്ടി സ്വന്തം വർഗത്തിലുള്ളവരെ കൊന്നുകൊല്ല വിളിക്കുന്നു. എന്നിട്ട് പറയും മനുഷ്യൻ മൃഗീയനാണ്. മൃഗീയനെന്നും മനുഷ്യത്വവും തമ്മിൽ മാറ്റി നിർവചിക്കേണ്ട കാലമൊക്കെ കടന്നുപോയിരിക്കുകയാണ്. നമുക്കൊക്കെ സൃഷ്ടിക്കേണ്ടത് സ്നേഹ പരിസരങ്ങളാണ്. അല്പമൊന്ന് സ്നേഹിക്കുവാനുള്ള പരിസരങ്ങളെ നാം സംജാതമാക്കിയെടുക്കണം. നമ്മുടെ ഇടയിൽ വസിക്കുന്നവരുടെ ചിലരുടെയൊക്കെ നടത്തവും ഇരിപ്പും മട്ടും ഭാവം ഒക്കെ കണ്ടാൽ ചിന്തിക്കുന്നത് ലോകം അവരുടെ കൈവെള്ളയിലാണെന്നാണ്. അല്പമൊക്കെ ആകാര വടിവും അല്പമൊക്കെ സാമ്പത്തിക ഭദ്രതയും അല്പമൊക്കെ രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആരെയും കയറി വെല്ലുവിളിക്കാമെന്നുള്ള അഹംഭാവമാണ് ഇന്ന് സർവ്വ മനുഷ്യർക്കും ഉള്ളത്, അല്ലേ? ധാരണകളൊക്കെ ആ വിധത്തിലാണ്. അത് പള്ളിയുടെ മുറ്റമെന്നില്ല, റോഡിന്റെ അരികിൽ നിന്നില്ല, ദേവാലയത്തിന്റെ ഉള്ളമെന്നില്ല, എവിടെ നിന്നും ആരെയും കയറി വെല്ലുവിളിക്കുവാനുള്ള അഹംഭാവമാണ് മനുഷ്യൻ നിന്നുള്ളത്. തീർച്ചയായും നാം ചിന്തിക്കേണ്ട വസ്തുതയുണ്ട്. നാം അധിവസിക്കുന്ന ഈ ലോകത്തിലെ ജീവിതം വളരെ നശ്വരമാണ്. ഹ്രസ്വമാകുന്ന ഈ ലോകത്തിൽ അല്പമൊക്കെ സ്നേഹപരിസരങ്ങളെ സൃഷ്ടിക്കാതെ കടന്നുപോയാൽ നമ്മുടെ മരണനാഴികയിൽ, നമ്മുടെ മരണത്തിന്റെ ചടങ്ങുകളിൽ പോലും ഒരു വാക്ക് പോലും നന്മ പറയാൻ തക്കോണം ആർക്കും ഉണ്ടാകുകയില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ അനുശോചനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവൻ എത്ര വൃത്തികെട്ടവനായി ജീവിച്ചാലും കുറ്റം പറയത്തില്ല, എന്ന് മാത്രമേ പറയത്തുള്ളൂ.
എന്തു മാത്രമേ പറയത്തുള്ളൂ? നന്മയെ പറയത്തുള്ളൂ. ജീവിച്ചിരിക്കുന്ന നാളുകളിൽ ചില നന്മകളും സ്നേഹപരിസരങ്ങളും ഒക്കെ സൃഷ്ടിച്ചാൽ അല്പമൊക്കെ മറ്റുള്ളവർക്ക് പറയുവാൻ തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ വാക്കി വെക്കുവാൻ നമുക്കുണ്ടാകും. എന്റെ ഹൃദയത്തെ സ്വാധീനിച്ച് എന്റെ കണ്ണിനെ നനയിപ്പിച്ച ഒരു കവിതയുണ്ട്, ഒരു ഗീതമുണ്ട്. ബാപ്പ വെള്ളിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ രചിച്ച് ഈശ്വൽ മീഡിയയുടെ ബാനറിൽ യൂട്യൂബിൽ ഒരു മുസ്ലിം ബാലൻ തന്നെ പാടി അതിമനോഹരമായ ഒരു ഗീതം. ഇതിന്റെ വരികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നശ്വരത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്. നമ്മുടെ ഈ ജീവിതത്തിലെല്ലാം വെട്ടിപ്പിടിച്ച് നാം ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകണം, ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാനൊന്ന് വീണുപോകുമെന്ന്. രണ്ടാമത്തെ വരി ഇങ്ങനെയാണ് പറയുന്നത്: നാവിട്ടലയ്ക്കുമ്പോൾ കൽബിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന്. ആരെയും പരിഹസിച്ചു, ആരെയും ദുഷിച്ചു, ആരോട് ദുർവർത്തമാനവും പറഞ്ഞ് ഞാനിങ്ങനെ വിലസിച്ച് നടക്കുമ്പോൾ എന്റെ നാവ് ഒരു നിമിഷം ചലനം നിലച്ചു പോയാൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നീട് പറയുന്നുണ്ട്: ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് കരയിപ്പിച്ചു മടങ്ങുമെന്ന്. നാളെ ഞാനും കരയിപ്പിച്ച് ഈ ലോകത്തിനോട് യാത്ര പറയേണ്ടവനാണ് എന്നുള്ള ബോധ്യം നമ്മളെ കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ തക്കോണം ഇടയാകും. ഏറ്റവും ഒടുവിൽ ആ വരികളാണ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട്: മിഴികൾ ചിമ്മി തുറക്കുമ്പോൾ തീരുമെല്ലാം. കണ്ണ് അടച്ചു തുറക്കുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ജീവിതകാലം പൂർണ്ണമാകും. പിന്നീട് പറയുന്നുണ്ട്: കിതച്ചോടി പിടിച്ചതെല്ലാം വെറുതെയാണെന്നും കൂട്ടിക്കിഴിച്ചത് പൂജ്യത്തിന് താഴെയാണെന്നുള്ള ബോധ്യമുണ്ടാകും. ഈ ബോധ്യം, മരണത്തെ പറ്റിയുള്ള ചിന്ത, കൂടുതൽ നന്മയുള്ളവരായി ജീവിക്കുവാൻ, കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുവാൻ തൊക്കോണം നമ്മെ പര്യാപ്തമാക്കും എന്നത് യാഥാർത്ഥ്യമാണ്. നാം സൃഷ്ടിക്കേണ്ടത് സ്നേഹപരിസരങ്ങളെയാണ്. സ്നേഹപരിസരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോൾ ക്ഷണിക്കപ്പെട്ടവൻ ആരായാലും അവൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടും. എല്ലാവരിലുമുണ്ട് ദൈവികത, എല്ലാവരിലുമുണ്ട് ദൈവികത. എന്റെ ഉള്ളിലെ ദൈവികത മറ്റുള്ളവനും അനുഭവപ്പെടണമെങ്കിൽ ഹൃദയം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. കലാഭവന്റെ സ്ഥാപകനായിരിക്കുന്ന ഹാബേൽ അച്ഛന്റെ മനോഹരമായ ഗാനം നിങ്ങളുടെ മനസ്സിൽ കാണും. ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ പറ്റി പറയുകയാണല്ലോ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ താണ്ടി ഞാൻ നടന്നു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിൽ എങ്ങുമില്ല ഈശ്വരൻ. പറയുന്ന അവസാന വരികൾ ഇങ്ങനെയാണ്: ഒടുവിൽ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, എൻ ഹൃത്തിലേക്ക് തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം. സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് പ്രിയമുള്ളവരെ ഈശ്വരൻ രൂപം. മറ്റുള്ളവന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുന്നത് പോലും അത് അവന് മുമ്പാകെ ഈശ്വര തുല്യനായി മാറുവാൻ തക്കോണം ഇടയാകും. ക്ഷണിക്കപ്പെടുന്നവനെല്ലാം ക്രിസ്തുവായി മാറ്റപ്പെടുവാൻ തക്കോണം സാഹചര്യങ്ങൾ ആ വിധത്തിൽ സംജാതമാകും. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ച 2 ശിഷ്യന്മാർ തിരികെ മടങ്ങി വിശുദ്ധ നഗരമാകുന്ന യെരൂശലേമിലേക്ക് പോരുവാനുള്ള കാരണങ്ങൾ 2 ഞാൻ ഓർമ്മപ്പെടുത്തി. അതിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തിയത് അവരുടെ ആത്മീയമായ അന്ധതയെ, വിശ്വാസക്കുറവിനെ തുടച്ചു നീക്കി. ക്രിസ്തുദാനും കൂടെ നടന്ന് അവരുടെ ആത്മീയ അന്ധതയെ തുടച്ചു നീക്കുവാൻ സ്വീകരിച്ച 2 വടികളെ ഓർമ്മപ്പെടുത്തി. ഒന്ന്, ആത്മീയമായ അധ്വാനം അവർക്ക് പകർന്നു. രണ്ടാമതായി കഷ്ടതകളെ പറ്റി പ്രബോധനം നൽകി. രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞത് അവരുടെ ഹൃദയത്തിന്റെ വിശാലതയെ പറ്റിയാണ്. സ്നേഹമാഗ്നി കൊണ്ട് ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുമ്പോൾ ഹൃദയങ്ങൾ തുറക്കപ്പെടും. അരികിൽ നിൽക്കുന്നവന്റെ ദൈവ സാന്നിധ്യവും തിരിച്ചറിയാൻ തക്കോണം നമുക്ക് സാധിക്കും. ദൈവമായും ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജീവിതം, തീഷ്ണതയുള്ള ജീവിതം നയിക്കുവാൻ തക്കോണം നമുക്ക് ഇടയാകട്ടെ. ഈ പെരുന്നാളിലുള്ള പങ്കാളിത്തം ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു പകർത്തിയെഴുത്തിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറുയിലിയ നിധിയുടെ ദീപ്തമാകുന്ന സ്മരണ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവരുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.